ED, CBI, and all these. Two chief ministers are in jail. How come none of this is happening to the chief minister of Kerala? I am 24/7 attacking the BJP. And the chief minister of Kerala is 24/7 attacking me. He says he's fighting ideological battle against the BJP. But there is no attack on the chief minister of Kerala. If someone is attacking the BJP will attack him 24/7. We'll have ED, CBI, everything behind him 20%. നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ കേന്ദ്ര സർക്കാർ ജയിലിലടയ്ക്കാത്തതെന്ത്? ചോദ്യം ഇന്ത്യ സഖ്യത്തിൽ കൈകൾ കോർക്കുന്നതിന്റെ ഒരാനുകൂല്യവും നൽകാതെ രാഹുൽ ഗാന്ധിയുടേതാണ്. തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച ബാക്കി നിൽക്കെ രാഹുലും പിണറായിയും നേർക്കുനേർ പോരിൽ. വാർത്താ സമ്മേളനങ്ങളിൽ ആരോപണ ശരങ്ങൾ എയ്യുന്ന മുഖ്യമന്ത്രിക്ക് കണ്ണൂരിലും കോട്ടയത്തും തെരഞ്ഞെടുപ്പ് സമ്മേളനങ്ങളിൽ ശക്തമായ തിരിച്ചടി നൽകുകയാണ് രാഹുൽ. 24 മണിക്കൂറും പിണറായി എന്നെ ആക്രമിക്കുന്നു, ഇതാണ് രാഹുലിന്റെ പരാതി. 24 മണിക്കൂറും മോദിയെ ആക്രമിക്കുന്ന തനിക്ക് മനസ്സിലാകാത്തത് പിണറായിയെ ഇതുവരെ ജയിലിലടയ്ക്കാത്തതിനുള്ള കാരണമാണ്. മോദിയെ എതിർത്ത 2 മുഖ്യമന്ത്രിമാർ ജയിലിൽ. കേരള മുഖ്യമന്ത്രിയെ തേടി മാത്രം കേന്ദ്ര ഏജൻസികൾ വരുന്നില്ല. തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാനത്തെ LDF UDF പോരിൽ പിണറായിയെ കടന്നാക്രമിച്ചും മോദിയുമായി അഡ്ജസ്റ്റ്മെന്റ് എന്ന ആരോപണം കടുപ്പിച്ചും രാഹുലും കത്തിക്കയറുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. പിണറായിയെ ജയിലിലാക്കാൻ മുന്നിൽ രാഹുലോ? പ്രൈം ഡിബേറ്റിൽ കോൺഗ്രസ് വക്താവ് ശ്രീ ജിൻഡോ ജോൺ, CPM സഹയാത്രികൻ ശ്രീ M ജയചന്ദ്രൻ, വലത് നിരീക്ഷകൻ ശ്രീ ഷാബു പ്രസാദ് എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ M ജയചന്ദ്രൻ, രാഹുൽ ഗാന്ധി ഇന്ന് രണ്ടിടങ്ങളിലാണ് കണ്ണൂരിലും കോട്ടയത്തും ഒരേ സ്വരത്തിൽ പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ജയിലിൽ അടയ്ക്കാത്തത് എന്താണെന്ന്. DK ശിവകുമാർ കേരളത്തിൽ വെച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ ഇതേ കാര്യങ്ങൾ പറയുന്നു. അതായത് രാഹുൽ മാത്രമല്ല മറ്റ് ദേശീയ നേതാക്കളും ഇതേ കാര്യം ആവർത്തിക്കുകയാണ്. ഇത് പക്ഷേ ആദ്യം രാഹുൽ ഗാന്ധി ഇത്തരം ഒരു ആരോപണം പിണറായിക്കെതിരെ കടുപ്പിച്ച് പറയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ വാർത്താ സമ്മേളനങ്ങളിൽ സ്ഥിരമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതിനേക്കാൾ അതിശക്തമായ രീതിയിൽ രാഹുലിനെതിരെയാണ് പിണറായി വിജയൻ പറയുന്നത്. ഇതിനുള്ളൊരു തിരിച്ചടിയല്ലേ രാഹുൽ നൽകിക്കൊണ്ടിരിക്കുന്നത്? മഞ്ജുഷ, ഇതിൻ്റെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാമോ? ഈ കോൺഗ്രസിന്, ഈ രാഹുൽ ഗാന്ധിക്കും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും ശക്തരായ പ്രതിപക്ഷ നേതാക്കളെ എപ്പോഴും അതിഭയങ്കരമായ പേടിയാണ്, ഭയമാണ്. അത് ഞാൻ വെറുതെ ഉണ്ടാക്കി പറയുന്ന അല്ലെങ്കിൽ ചർച്ചയ്ക്ക് വന്നിരുന്ന് പറയുന്ന ഒരു ഡയലോഗൊന്നുമല്ല, തെളിവാണ് പറയുന്നത്. ഇപ്പോ അരവിന്ദ് കെജ്രിവാളിന്റെ കൂട്ടത്തിൽ ഏറ്റവും ഉജ്ജ്വലമായ ഈ സഖ്യ നേതാവായി നിൽക്കുന്നത് ആരാണ്? ശ്രീ രാഹുൽ ഗാന്ധി, ശ്രീ മല്ലികാർജുൻ ഖാർഗെ തുടങ്ങിയവരൊക്കെയാണല്ലോ. പക്ഷെ ഈ കെജ്രിവാളിനെ അകത്താക്കാൻ പരാതി കൊടുത്തത് ആരാണ്? ചൗധരി അനിൽകുമാർ എന്നാണ് പരാതി കൊടുത്തത്. 2022 ജൂണിൽ ആർക്കാണ് പരാതി കൊടുത്തത്? ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയ്ക്ക്. ആ പരാതിയാണല്ലോ പോലീസ് അന്വേഷിക്കാൻ കൊടുത്തത്, വിജിലൻസ് അന്വേഷിക്കാൻ കൊടുത്തത്. ആ പരാതിന്മേലാണല്ലോ പിന്നീട് ലഫ്റ്റനന്റ് ഗവർണർ സക്സേന CBIക്ക് അന്വേഷണത്തിന് വിടുന്നത്. അതിനെ തുടർന്നാണല്ലോ ED വരുന്നതും പിടിച്ചകത്തിടുന്നതും കെജ്രിവാളിനെ. ഇപ്പൊ എന്തായി? ഇപ്പൊ കെജ്രിവാളിന്റെ ഏറ്റവും ഉറ്റ ചങ്ങാതി, നമ്മുടെ നാടൻ ഭാഷയിൽ മുഖ്യമന്ത്രി എന്ന ഭാഷയിൽ പറഞ്ഞാൽ ഒക്കെ ചങ്ങായി ആര് മാറി? രാഹുൽ ഗാന്ധിയും കോൺഗ്രസും മാറി. ഡൽഹിയിൽ റാലി നയിക്കുന്നു, മറ്റെല്ലാം നയിക്കുന്നു. അതുകൊണ്ട് തീർന്നോ? 2023 ഏപ്രിലിൽ, കഴിഞ്ഞ വർഷം ഏപ്രിലില് അരവിന്ദ് കെജ്രിവാളിനും മനീഷ് സിസോദിയയ്ക്കും എതിരെ ഷീലാ ദീക്ഷിതിന്റെ മകനും ഷീലാ ദീക്ഷിതിന്റെ ക്യാബിനറ്റിൽ തന്നെ ഉണ്ടായിരുന്ന 2 മന്ത്രിമാരുടെ ഒന്നിലധികം പരാതികൾ UAPA അരവിന്ദ് കെജ്രിവാളിനും മനീഷ് സിസോദിയയ്ക്കെതിരെ ചുമത്തണം. അല്ല, അതൊക്കെ ശരി തന്നെയാണ്. കോൺഗ്രസ് ആയിരുന്നു ഇതിന് മുന്നിൽ നിന്നിരുന്നത് കേജ്രിവാളിനെതിരെ പരാതി കൊടുക്കുന്നതിൽ. പക്ഷേ അത് കോൺഗ്രസ് ഇപ്പോൾ ന്യായീകരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെയൊരു EDയുടെ അന്വേഷണവും കേജ്രിവാളിനെ പിടിച്ച് ജയിലിലിടുന്നതും ആണ്. ഈ കേജ്രിവാളിന്റെ കാര്യത്തിൽ സോഫ്റ്റ് കോർണർ എല്ലാ സമയത്തും CPMനും ഉണ്ടായിരുന്നൊന്നുമില്ല. ആദ്യം ആപ്പിനോട് ഇപ്പോഴത്തെ ആ സമീപനമൊന്നും ആയിരുന്നില്ല CPMനും. അതുകൊണ്ട് തരാതരം പോലെ കാര്യങ്ങൾ മാറി പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യ സഖ്യം എന്ന് പറയുന്നവരുടെ നേർക്കുനേർ പോരാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് ഇറങ്ങിയത് ഇത്തവണയും CPMനും LDFനും രസിച്ചിട്ടില്ല.
അതുകൊണ്ട് രാഹുലിനെ അറ്റാക്ക് ചെയ്യുന്നതിലാണ് സമയം കൂടുതൽ എടുക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഒരാക്ഷേപവും മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനങ്ങളിൽ ഉന്നയിക്കുന്നില്ല. കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നുണ്ട്, കേന്ദ്ര സർക്കാർ കേരളത്തെ കടത്തിൽ സാമ്പത്തികമായിട്ട് ഞെരുക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം പറയാറുണ്ട്. അതുപോലെ തന്നെ ഈ മതനിരപേക്ഷത അതില്ല, മതേതരത്വം തകർക്കുന്നു, ഇതൊക്കെ പറയാറുണ്ടെങ്കിലും പ്രധാനമന്ത്രിയെ പേരെടുത്ത് പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് രാഹുലിനെ അറ്റാക്ക് ചെയ്യുന്നതാണ്. CAA വിഷയത്തിൽ ഉൾപ്പെടെ രാഹുലിനെതിരെ ആരോപണം ഉന്നയിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. അപ്പോൾ രാഹുലും തിരിച്ചടിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരേ ദിവസം തന്നെ രണ്ടിടങ്ങളിൽ ഒരേ കാര്യങ്ങൾ അദ്ദേഹം ആവർത്തിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് പിണറായി വിജയനെ ജയിലിൽ അടയ്ക്കുന്നില്ല എന്ന്. ഞാൻ അതിലേക്ക് വരാം മഞ്ജുഷേ. ഞാൻ പറഞ്ഞു തുടങ്ങിയ കാര്യം ഒന്ന് പൂർത്തിയാക്കിയിട്ട് മഞ്ജുഷയുടെ ചോദ്യത്തിലേക്ക് കൃത്യമായും വരുന്നുണ്ട്. അത് പറയാതൊന്നും പോവില്ല. പറയാതിരിക്കേണ്ട കാര്യം എന്താണെന്ന് ഇവിടെ ഞാൻ പറയുന്നതല്ല. ഈ പരാതി കൊടുത്ത 2 സെറ്റ് പരാതികൾ UAPയുടെ പരാതിയിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല ED കേട്ടോ. ഇപ്പൊ ഇവര് നേരത്തെ കൊടുത്ത ചൗധരി അനിൽകുമാർ കൊടുത്ത പരാതിന്മേലാണ് ഇപ്പൊ പിടിച്ചകത്തിട്ടേക്കുന്നത്. മറ്റേ UAPയെ ചുമത്തണം, രാജ്യദ്രോഹം ചുമത്തണം എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന കേസുണ്ട്, അത് എടുത്തിട്ടില്ല. അപ്പൊ അന്ന് പറഞ്ഞിട്ടുണ്ടാവിയോ കോൺഗ്രസ് നേതൃത്വം, അഖിലേന്ത്യാ നേതൃത്വം, അതിന്റെ ഭാഗമായിട്ട് മറ്റെല്ലായിടത്തും ഉള്ള നേതൃത്വങ്ങൾ, BCC നേതൃത്വങ്ങൾ പറഞ്ഞത് എന്താണ്? ഒരു ഡയലോഗ് ഓർക്കുന്നില്ലേ മഞ്ജുഷ? ഓർക്കുന്നില്ലേ? പിന്നെ BJPയുടെ B ടീമാണ് ആര്? അരവിന്ദ് കെജ്രിവാൾ. അതുകൊണ്ടാണത്രേ ED ഒന്നും ഈ ഡൽഹി ലിക്കർ സ്കാമിൽ ഒന്നും ചെയ്യാത്തത്. ഇന്നന്ന് രാജ്യം മുഴുവൻ മൈക്ക് വെച്ച് വിളിച്ചു പറഞ്ഞവരാണ് ഈ കോൺഗ്രസ് നേതാക്കൾ. ഇപ്പൊ അവർക്ക് എന്തൊരു പ്രേമമാണ്. അതിരിക്കട്ടെ, ഞാൻ അതുകൊണ്ട് നിർത്തുന്നു. ആ പ്രേമത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. കൂടുതൽ വേണമെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും ഇനി പിന്നാലെ പറയാം. ഇനി ഇപ്പൊ പറഞ്ഞിട്ട് താങ്കൾ ചോദിച്ച കാര്യം, ഇവിടെ രാഹുലിനെതിരെ എന്താണ് പറയുന്നത്? ഒറ്റ കേസിലേ പറയുന്നുള്ളൂ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരേ ഒരു കേസിലെ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും കടന്നാക്രമിക്കുന്നുള്ളൂ. അല്ലാതെ കോൺഗ്രസിന്റെ കാലത്ത് 2G സ്പെക്ട്രം അഴിമതി നടന്നതോ, കോൾഗേറ്റ്, കൽക്കരി കുംഭകോണമോ ഒന്നും പറയുന്നില്ല, ചർച്ച ചെയ്യുന്നില്ലല്ലോ. ഇത് പറയുന്നുണ്ട്. CAAയുടെ കാര്യത്തിൽ പറയുന്നുണ്ട് നിലപാടില്ലായ്മ, കോൺഗ്രസിന് നിലപാടില്ലായ്മ. കോൺഗ്രസ് പ്രസിഡന്റിനോട് ചോദിച്ചപ്പോ എന്താണ് പറഞ്ഞത്? ഞാൻ അത് രാത്രി പഠിച്ചിട്ട് വരാം എന്ന് പറഞ്ഞാൽ നേരം പഠിച്ചിട്ട് പറയാം. ഇന്ന് വരെ കോൺഗ്രസ് പ്രസിഡന്റ് ഇക്കാര്യത്തിൽ CAAയുടെ കാര്യത്തിൽ നിലപാട് പറയാനായിട്ട് നേരം വെളുത്തില്ല. ഇത് ഇന്ത്യയുടെ മുമ്പുള്ള വസ്തുതയല്ലേ? രാഹുൽ ഗാന്ധിയിലേക്ക് വരികയാണെങ്കിൽ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലൊക്കെ പറയുന്നുണ്ട് CAAയുടെ കാര്യം. അത് പ്രകടന പത്രികയിൽ CAA എന്നൊരു വാക്ക് എഴുതി ചേർത്തിട്ടില്ല എന്നതിലാണല്ലോ തർക്കം നടക്കുന്നത്. പക്ഷേ യോഗങ്ങളിൽ പറയുന്നുണ്ട് അതാണ് പ്രഖ്യാപിത നിലപാട്. അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ CAA റദ്ദാക്കും എന്നുള്ളത് കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാടാണെന്ന് എല്ലാ നേതാക്കളും പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം AK ആന്റണിയും ഇക്കാര്യം വ്യക്തമാക്കിയതാണ്. പിന്നെയും ആവർത്തിച്ച് പ്രകടന പത്രികയിൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രകടന പത്രിക, കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർത്തിക്കാട്ടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹത്തിന് എന്തോ ഒരു താല്പര്യം പോലെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രകടന പത്രികയോട്, പ്രത്യേകിച്ച് 12ാമത്തെ പേജിനോട് വലിയ താല്പര്യം തോന്നി തുടങ്ങിയിരിക്കുകയാണ്. പക്ഷേ അതിന് കോൺഗ്രസ് നേതാക്കൾ മറുപടി നൽകി കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രി ഇത് ആവർത്തിക്കുകയാണ്. അപ്പോൾ ന്യായമായ ചോദ്യമാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്, കൊണ്ട് പിണറായി വിജയനെ ജയിലിൽ അടയ്ക്കുന്നില്ല എന്ന്. കാരണം അല്ലല്ല, ED വന്നിട്ട് അറച്ചു നിൽക്കുകയാണല്ലോ. അതാണ് അദ്ദേഹം ഉന്നയിച്ചത്. അദ്ദേഹം പറയുകയാണ് 24 മണിക്കൂറും ഞാൻ മോദിയെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു, 24 മണിക്കൂറും പിണറായി വിജയൻ എന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന്. ശരിയല്ലേ അത്? അല്ല, പിണറായി വിജയൻ ഈ പറയുന്ന കേസിലല്ലാതെ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞില്ലെങ്കിലും രാഹുൽ ഗാന്ധി പറയുന്നുണ്ടല്ലോ എന്ന് താങ്കൾ പറഞ്ഞു. അത് പിന്നെ എന്തിനാണ് മഞ്ജുഷ അതിന്റെ അവരുടെ കോൺഗ്രസിന്റെ വക്കാലത്ത് മഞ്ജുഷിനെ എടുക്കേണ്ട കാര്യമില്ല. കാര്യം മഞ്ജുഷാണ് ഈ ചർച്ചയുടെ. അപ്പൊ പിന്നെ വക്കാലത്ത് എടുക്കേണ്ട. അത് പറഞ്ഞിട്ടും ബോധ്യമാകാതെ അതേ വിഷയത്തിൽ തന്നെ തൂങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് ചോദിച്ചത്. അപ്പോൾ തിരിച്ച് ഇക്കാര്യങ്ങൾ പറയുവാൻ കോൺഗ്രസിനും പറ്റും, രാഹുലിനും ആ ചോദ്യം ചോദിക്കാൻ പറ്റും. കാരണം അത്തരം കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. EDയുടെ അന്വേഷണം, CBIയുടെ അന്വേഷണം, ഇതൊക്കെ എവിടെ വരെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ അതും ന്യായമുള്ളതാണ്. അല്ല, കേരളത്തിലെ ക്രൈസ്തവ സഭാ നേതൃത്വത്തിനോടും അതിൽപ്പെട്ട പ്രത്യേകമായി പറഞ്ഞാൽ അതിൽപ്പെട്ട ലത്തീൻ സഭാ നേതൃത്വത്തിനോട് പറഞ്ഞു കൊടുത്താൽ മതി, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഈ മാസികയിലും പത്രത്തിലും ഒക്കെ എഴുതി നടക്കുന്നത്? CAA പിന്നെ അതിനെക്കുറിച്ച് മാനിഫെസ്റ്റോ ഇല്ലെങ്കിൽ എന്താ? അദ്ദേഹം എല്ലാ പ്രസംഗങ്ങളും പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തിയാൽ മതി തന്നെ. എനിക്ക് തർക്കമൊന്നുമില്ല. പിണറായി വിജയനും തർക്കിക്കാൻ വരില്ല. ഇത് പിന്നെ ന്യൂനപക്ഷ സമുദായ നേതൃത്വങ്ങളെ മുസ്ലിം സമുദായത്തെ മാറ്റി നിർത്തിക്കോളൂ. ക്രൈസ്തവ സഭാ നേതൃത്വം ഉണ്ടല്ലോ, അവരെ ബോധ്യപ്പെടുത്തിയാൽ മതി. അവരെന്താ വീണ്ടും ഇന്നലെ അടക്കം എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്താ? ഈ CAA കാര്യത്തിൽ നിലപാടില്ലായ്മ കോൺഗ്രസ് കാണിക്കുന്ന ജനാധിപത്യ വിരുദ്ധ സമീപനമാണെന്നുള്ള അവർ പറയുന്നുണ്ടല്ലോ. അതെങ്കിലും മനസ്സിലാക്കട്ടെ അവര്. ഇപ്പം ഞാൻ മനസ്സിലാക്കാൻ നടക്കുന്നില്ല. ഇതെല്ലാം പറയുന്നു രാജീവന്റെ ആവർത്തിച്ച് പറയുന്നു എന്ന് പറയുമ്പോൾ ബോധ്യപ്പെടേണ്ട സമുദായങ്ങൾക്ക് അത് ബോധ്യപ്പെടാത്തതിന്റെ. ശരി ശ്രീ M. ജയചന്ദ്രൻ. ഇപ്പോൾ ശ്രീ ഷാബു പ്രസാദ് ചേരുകയാണ്. ശ്രീ ഷാബു പ്രസാദ്, രാഹുൽ ആവർത്തിക്കുകയാണ്, ഇന്ന് രണ്ടിടങ്ങളിലാണ് ഒരേ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്, അതും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ. ഇപ്പോൾ മുഖ്യമന്ത്രിയെ ജയിലിലടയ്ക്കാൻ മുന്നിൽ
രാഹുൽ ഗാന്ധിയാണ് എന്ന പ്രതീതിയാണ് ഉണ്ടായിരിക്കുന്നത്. DK ശിവകുമാറും ഇതേ കാര്യം ഇന്ന് പറഞ്ഞു. എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ ജയിലിലടയ്ക്കാൻ തയ്യാറാകുന്നില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന്. അപ്പോൾ ആ അഡ്ജസ്റ്റ്മെന്റ് തുറന്നു കാട്ടുക എന്നതാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായി കോൺഗ്രസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണല്ലോ രാഹുൽ ഇത്രനാളും ഈ വലിയൊരു ആക്രമണം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നടത്തിയിരുന്നില്ല. ഇവിടെ തുടക്കമിട്ടത് പിണറായി വിജയനാണ്, അത് മറ്റൊരു കാര്യം. ഇപ്പം ഈ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് മുന്നണി LDFനും അതെ UDFനും അതെ പിണറായി വിജയനും ഈ UDF മുന്നണിക്കും അതെ വളരെ നിർണായകമായ എന്തെങ്കിലും കാര്യമായി കിട്ടാൻ സാധ്യതയുള്ള ഒരേ ഒരു സംസ്ഥാനം ഇന്ന് ഈ രണ്ട് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം കേരളം മാത്രമാണ്. കഴിഞ്ഞ തവണയും UDFന് കോൺഗ്രസ്സിന് ഏറ്റവും അധികം സീറ്റ് ലഭിച്ചിരുന്ന സംസ്ഥാനം കേരളമാണ്. ബാക്കി എല്ലായിടത്തും പൊട്ടും പൊടിയും ഒക്കെ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. കോൺഗ്രസ് 2 അക്കം കടന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. അതേപോലെ തന്നെ LDF പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് അധികാരത്തിലുള്ള അവർക്ക് ശക്തമായ അടിത്തറയുള്ള ഒരേ ഒരു സംസ്ഥാനവും കേരളമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് 2 പേർക്കും ഈ കേരളം വളരെ വളരെ നിർണായകമാണ്. ആ കാരണം കൊണ്ട് തന്നെ പരസ്പരം ആക്രമിക്കാൻ പറ്റുന്ന, അതായത് ഇവരൊരു മുന്നണിയിൽ നിൽക്കുന്നു എന്നുള്ളതൊക്കെ അത് ഇരട്ടത്താപ്പിൻ്റെ മറ്റൊരു രാഷ്ട്രീയം, അതവിടെ നിൽക്കട്ടെ, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്. പക്ഷേ ഇവരെ 2 പേരെ സംബന്ധിച്ചിടത്തോളവും ഇത് ഈ കേരളത്തിലെ രാഷ്ട്രീയം, കേരളത്തിലെ സാഹചര്യം, കേരളത്തിൽ നിന്ന് കിട്ടാൻ പോകുന്ന സീറ്റുകളുടെ എണ്ണം, ഇതെല്ലാം ഇവർക്ക് 2 പേർക്കും നിലനിൽപ്പിൻ്റെ പ്രശ്നമാണത്. അതുകൊണ്ട് കയ്യിൽ കിട്ടാവുന്ന, അത് രാഹുൽ ഗാന്ധിക്ക് നന്നായിട്ടറിയാം. രാഹുൽ ഗാന്ധിക്ക് അവിടെ പോയിരുന്ന് എന്തെങ്കിലും മണ്ടത്തരം വിളിച്ച് പറയുമ്പം ആരെങ്കിലുമൊക്കെ വേണ്ടേ കൈയടിക്കാൻ, അതിന് ഈ കേരളത്തിൽ നിന്ന് കിട്ടാനുള്ളൂ ആളെ. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് കിട്ടുന്ന ഈ ഓരോ സീറ്റുകൾക്ക് വേണ്ടിയും ഈ 2 കൂട്ടരും അവരെ കൊണ്ടാവുന്നതെല്ലാം അവർ ചെയ്യും. ഇനിയും എന്തുകൊണ്ട് ED പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല, വീണ വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല? ഇത് ഇവരുടെ, എൻ്റെയോ നിങ്ങളുടെയോ അല്ലെങ്കിൽ ഇവരുടെയൊക്കെയോ ഇഷ്ടത്തിനും അവരുടെയൊക്കെ ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് വേണം ഇവിടുത്തെ കേന്ദ്ര ഏജൻസികൾ, അന്വേഷണ ഏജൻസികൾ പ്രവർത്തിക്കേണ്ടത് എന്നൊക്കെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർക്ക് ആഗ്രഹം ഉണ്ടാകും. പക്ഷേ ED ആയാലും ശരി, CBI ആയാലും ശരി, ഏത് ഏജൻസി ആയാലും ശരി, അവർക്ക് വളരെ കൃത്യമായ അന്വേഷണ രീതിയുണ്ട്, കൃത്യമായ പ്രോട്ടോക്കോളുണ്ട്. അതനുസരിച്ചേ അവർ ചെയ്യുള്ളൂ. ഇപ്പോൾ ഒരു കാര്യമുണ്ട്, 2015 എടുത്ത കേസാണ് നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധിക്കെതിരെ സോണിയാഗാന്ധിക്കെതിരെ എടുത്തത്. അവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് 2022 7 വർഷങ്ങൾക്ക് ശേഷമാണ് അവരെ വിളിപ്പിക്കുന്നത്. ഇപ്പം അരവിന്ദ് കെജ്രിവാളിനെ 9 പ്രാവശ്യം സമൻസ് അയച്ചതിന് ശേഷമാണ് അയാളെ പിന്നെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നത്. അങ്ങനെ ചെയ്യുന്നത് ഓരോ കേസിൻ്റെ ഒരു രീതി അനുസരിച്ചും കേസിൻ്റെ മെറിറ്റും അതിൻ്റെ പ്രത്യേകതകളും അനുസരിച്ച് എപ്പോൾ എങ്ങനെ എവിടെ ആക്ട് ചെയ്യണം എന്ന് അവർ തീരുമാനിച്ച് ചെയ്യും. ഇതിൽ രാഹുൽ ഗാന്ധി ഇവിടെ ചർച്ചാ വിഷയമാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, താങ്കൾ രാഹുലിന്റെ പ്രസംഗം ശ്രദ്ധിച്ചു കാണുമല്ലോ. അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഏറ്റവും ശക്തമായി വിമർശനം ഉന്നയിക്കുന്നയാളാണ് താൻ എന്ന് രാഹുൽ പറയുകയാണ്. അതേസമയം തന്നെ ഇതേ 24 മണിക്കൂറും തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വാക്കെങ്ങോട്ടാണ് കൊള്ളുന്നത് എന്ന കാര്യം വ്യക്തമാണല്ലോ. പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് സോഫ്റ്റ് കോർണർ സമീപനമാണ് സ്വീകരിക്കുന്നത്, മൃദുവായ സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, ആ അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ച് തന്നെയാണ്. AK ആന്റണി സംസാരിച്ചപ്പോഴും അദ്ദേഹം അതേ കാര്യം തന്നെയാണ് പറയുന്നത്. അരിയാഹാരം കഴിക്കുന്ന ആർക്കും ബോധ്യമുള്ളതാണ് ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് എന്നുള്ള കാര്യം. നേരത്തെ രാഹുൽ ഇതങ്ങനെ പറയാറില്ല, പക്ഷേ ഇപ്പോൾ അദ്ദേഹവും ഇത് ശക്തമായിട്ട് ഉന്നയിക്കുന്നതാണ് കാണുന്നത്. അതാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. കാരണം അത് രാഹുൽ ഉന്നയിക്കുന്നു എന്നതുകൊണ്ട് അതിന് പ്രസക്തി ഏറുകയാണ്. കാരണം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായതിനാൽ തന്നെ ഇപ്പോൾ യെച്ചൂരിയുടെ കാര്യം അറിയാമല്ലോ. രാഹുലിനെ യെച്ചൂരി വിമർശിക്കാറില്ല, തിരിച്ച് രാഹുലും വിമർശിക്കാറില്ല. ഇന്ന് താങ്കൾ ശ്രദ്ധിക്കൂ, രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചതിൻ്റെ തൊട്ട് പിന്നാലെ യെച്ചൂരിയുടെ അഭിപ്രായം തേടിയിരുന്നു. അദ്ദേഹം പക്ഷേ രാഹുൽ അങ്ങനെ പറയരുതായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് പ്രകടിപ്പിച്ചത്. അതായത് രാഹുലിനെതിരെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഈ സമീപകാലത്ത് യെച്ചൂരിയുടെ ഒരു വിമർശനം വരുന്നത്. അപ്പോൾ അതിൻ്റെ രാഷ്ട്രീയം താങ്കൾക്ക് വ്യക്തമാണല്ലോ. ആ അഡ്ജസ്റ്റ്മെന്റ് തുറന്നു കാട്ടുകയാണ് രാഹുലും കോൺഗ്രസും.
അല്ല, രാഷ്ട്രീയം വളരെ ക്ലിയറാണ്. അതായത് ഈ ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് ഇവിടെ വലിയ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നാണ് LDFിൻ്റെ ആക്ഷേപം. അത് കുറേ കാലമായിട്ട് ഈ BJP ഇവിടെ നിന്ന് UDFിൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് അവിടെ നിന്ന് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള നേതാക്കന്മാരെല്ലാവരും പോകുന്നത് BJPയിലേക്കാണ്. ഈ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാലും BJPയിലേക്ക് കോൺഗ്രസിൽ നിന്ന് വലിയ ഒഴുക്കുണ്ടാകും. ഇപ്പോൾ പത്മജ പോയി, അനിൽ ആൻ്റണി പോയി, ഇതാ കണ്ടില്ലേ, ഇവർ തമ്മിലാണ് ഡീല്, ഇവർ തമ്മിലാണ് ഇടപാട് എന്നാണ് ജയചന്ദ്രൻ്റെ പാർട്ടി പറയുന്നത്. ഈ ജയചന്ദ്രൻ്റെ പാർട്ടി പറയുന്നത് എന്താണ്? അല്ല, സോറി, ഒടുവിൽ കോൺഗ്രസ് പറയുന്നത് എന്താണ്? ഇതാ കണ്ടില്ലേ, അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ചകത്തിട്ട ED എന്താ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത്? ഇത് അവർ തമ്മിലുള്ള ഡീലാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ അകത്തെയും പ്രധാന കഥാപാത്രം ഇവിടെ BJP ആയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ രസം. BJP ഇത് ശ്രദ്ധിക്കുന്നുമില്ല. അവർ ഇതിനെ ഒരു പുഞ്ചിരിയോടെ അവഗണിച്ചുകൊണ്ട് അവരുടെ വർക്കുമായിട്ട് അവരുടെ കാര്യമായിട്ട് പോവുകയാണ്. ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറഞ്ഞ് നിങ്ങളാണ് BJPയെ സഹായിക്കുന്നത്, നിങ്ങളാണ് BJPയെ സഹായിക്കുന്നതെന്ന് ഈ രണ്ടു കൂട്ടരും ചരിത്രവും ഓരോ കാര്യങ്ങളുമൊക്കെ പറഞ്ഞ് ഇതാ തെളിവ് എന്നും പറഞ്ഞുകൊണ്ട് ഈ കേരള രാഷ്ട്രീയത്തിൽ കിടന്ന് മെഴുകാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി, കുറേയധികം കാലം. BJPയെ സംബന്ധിച്ചിടത്തോളം BJP വളരെ അസന്നിഗ്ധമായിട്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്, ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും അസ്പൃശ്യതയില്ല, രാഷ്ട്രീയ ഐക്യത്തിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. പല ഘട്ടങ്ങളിൽ പല പ്രാവശ്യം ഈ ഇടതുപക്ഷത്തിനോടും കോൺഗ്രസിനോടും ഒക്കെ ഒത്തുപോകുന്ന ഒരു ചരിത്രം ഇവിടെ കേരളത്തിൽ BJPക്കുണ്ട്, കേരളത്തിലും ദേശീയ തലത്തിലുമുണ്ട്. കോലീബി സഖ്യം എന്നീ അധിക്ഷേപിക്കുന്നുണ്ടെങ്കിലും അതൊരു യാഥാർത്ഥ്യമായിരുന്നു. അതൊരു പരാജയപ്പെട്ടു പോയെങ്കിലും അതൊരു രാഷ്ട്രീയ പരീക്ഷണമായിരുന്നു. അതേപോലെ തന്നെ CPMുമായിട്ടും ഇടത് കക്ഷികളുമായിട്ടും തോളോട് തോൾ ചേർന്ന് BJP പ്രവർത്തിച്ചിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ട് ഉണ്ടായിട്ടുമുണ്ട്. ഇതാണ് യാഥാർത്ഥ്യമെന്നിരിക്കെ ഇവർ ഈ പരസ്പരം ആരെ പ്രീണിപ്പിക്കാനാണ്, ആരെ പ്രീതിപ്പെടുത്താനാണ് ഇങ്ങനെ ഈ ഡീലിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ വ്യക്തമാണ്. രാഹുൽ, ഈ പതിവില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആക്രമണം അഴിച്ചുവിടുന്നത്. എന്താണ് ഇതിന്റെ ഉദ്ദേശ്യം? ജയിലിലടയ്ക്കാനുള്ള വെമ്പൽ, പിണറായി വിജയനെ ജയിലിൽ അടയ്ക്കാനുള്ള വെമ്പൽ ഇപ്പോൾ കൂടുതലും രാഹുലിനാണെന്നാണ് ഇന്നത്തെ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. ശ്രീ മഞ്ജുഷ്, ഇതിൽ പിണറായി വിജയനെ ജയിലിൽ അടയ്ക്കാനുള്ള ഒരു വെമ്പലല്ല. നമ്മൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഏതൊരു സാധാരണക്കാരനും തോന്നുന്ന ഒരു സംശയമുണ്ടല്ലോ, ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്ന, പ്രതിപക്ഷ ചേരിയിൽ നിൽക്കുന്ന BJP വിരുദ്ധരായിട്ടുള്ള രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരൊക്കെ വലിയ രീതിയിൽ വേട്ടയാടപ്പെടുന്ന ഒരു സാഹചര്യം. ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഹേമന്ത് സോറനെ പോലുള്ള ആളുകൾ ജയിലിലാണ്, അരവിന്ദ് കെജ്രിവാൾ ജയിലിലേക്ക് പോകുന്നു. ജയിലിൽ പോകാൻ തയ്യാറല്ലാത്ത അല്ലെങ്കിൽ ഭയപ്പാടുള്ള പല നേതാക്കന്മാരും BJPയിലേക്കോ BJPയുടെ ചേരിയിലേക്കോ ചേക്കേറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അല്ലാത്ത ആളുകളെ നിരന്തരം വേട്ടയാടുന്ന സാഹചര്യമൊക്കെ നമ്മൾ കാണുന്നു. അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ പോലും അതിനേക്കാളൊക്കെ മുൻപ് തുടങ്ങിയ പല കേസുകളും കേരളത്തിൽ ED ഉൾപ്പെടെ CBI ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റ് IT ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ മുമ്പിൽ ഫയലുകളായിട്ടുള്ള കേസുകളിൽ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനോ അദ്ദേഹത്തിന്റെ മകളോ അദ്ദേഹത്തിന്റെ പാർട്ടിയോ കക്ഷിയാണെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കുറിച്ച് നമ്മളൊക്കെ പറയുന്ന ഒരു പ്രതിപക്ഷം മുഴുവൻ പറയുന്ന ഒരു ആക്ഷേപമുണ്ട്, ഇത് കേന്ദ്രത്തിന്റെ BJP സർക്കാരിന്റെ വേട്ട നായ്ക്കളാണ് എന്ന്. ഇതേ വേട്ട നായ്ക്കൾക്ക് കേരളത്തിലേക്ക് വരുമ്പോൾ പിണറായി വിജയനെയോ അദ്ദേഹത്തിന്റെ മകളെയോ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ സഖാക്കന്മാരെ കാണുമ്പോൾ യജമാന തുല്യ സ്നേഹമാണെന്നുള്ള കാര്യത്തിൽ കേരളത്തിൽ ഒരാൾക്കും തർക്കമുണ്ടാകില്ല, CPMകാർക്ക് പോലും തർക്കമുണ്ടാകില്ല. ലൈഫ് മിഷൻ കോഴക്കേസിൽ അദ്ദേഹത്തിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ടുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറി 100 ദിവസം ജയിലിൽ കിടന്നിട്ട് പോലും ഒരിക്കൽ പോലും തെളിവില്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തെ ജയിലിലിടേണ്ട കാര്യമില്ലല്ലോ. തെളിവുണ്ടെന്ന് BJP നേതാക്കന്മാരും കേന്ദ്ര സർക്കാരിനെ എൻഡോഴ്സ് ചെയ്യുന്ന ആളുകളും ഒക്കെ പറയുന്നുണ്ട്. എങ്കിൽ അങ്ങനത്തെ ഒരു കേസിൽ സെക്രട്ടറി ജയിലിൽ കിടക്കുമ്പോൾ അതിന്റെ ലൈഫ് മിഷന്റെ ചെയർമാനായിട്ടുള്ള മുഖ്യമന്ത്രിയോട് ആ വിഷയത്തിൽ എന്ത് ചോദ്യം ചെയ്യലാണ് നടത്തിയിട്ടുള്ളത് നമ്മൾക്കറിയില്ല. ഇനി
കരുവന്നൂരിലെ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല, കരുവന്നൂരിലെ സഹകരണ ബാങ്ക് കൊള്ളയടിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നടപടികൾ എത്രത്തോളം വേഗതയിലാണ് പോകുന്നതെന്നുള്ള കാര്യത്തിൽ കേരളത്തിലെ ആളുകൾക്ക് സംശയമുണ്ട്. ഇനി മറ്റൊന്നാണ് ഗോൾഡ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തൃശ്ശൂർ വന്നും പത്തനംതിട്ടയിൽ വന്നും ഒക്കെ നിരന്തരം പ്രസംഗിച്ചിട്ടുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കടത്ത് നടന്നിട്ടുണ്ട്, ഏത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് സ്വർണ്ണക്കടത്ത് നടന്നതെന്ന് എനിക്ക് അറിയാം എന്ന്. അങ്ങനെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഉണ്ടായിട്ട് പോലും ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരാളെ പോലും വിളിച്ച് ചോദ്യം ചെയ്യാനോ മുഖ്യമന്ത്രിയോട് ആ വിഷയത്തിൽ ഒരു മറുപടി ചോദിക്കാനോ എന്തുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തയ്യാറാകുന്നില്ല? ഇതൊക്കെ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഏതൊരു സാധാരണക്കാരൻ തോന്നുന്ന സംശയങ്ങളല്ലേ? കേന്ദ്ര അന്വേഷണ ഏജൻസികളെ നിങ്ങൾക്ക് പൊതുവിൽ വിശ്വാസമില്ലല്ലോ. അപ്പോൾ പിന്നെ പിണറായിയുടെ കാര്യം വരുമ്പോൾ മാത്രം എന്തുകൊണ്ട് അന്വേഷണ ഏജൻസികളെ വിശ്വസിക്കുന്നു? അതെ മഞ്ജുഷ, അതിൽ രണ്ട് അഭിപ്രായമാണ്. ഒന്നാമത്തെ അഭിപ്രായം, മറ്റ് സംസ്ഥാനങ്ങളിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ BJPയുടെ ചട്ടുകമായിട്ട് നിന്ന് പ്രതിപക്ഷ നേതാക്കന്മാരെ വേട്ടയാടുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, ആ വേട്ടനായകർക്ക് കേരളത്തിൽ വരുമ്പോൾ CPM നേതാക്കന്മാരെ, പിണറായി വിജയനെ, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ കാണുമ്പോൾ യജമാന തുല്യ സ്നേഹമാണെന്ന്. അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് കേന്ദ്ര ഏജൻസികളെ വിശ്വാസമില്ല എന്ന് പറയുന്ന ആ വാചകം അത് കുറെ കൂടി അന്വർത്ഥമാകുകയല്ലേ? ഈ കേന്ദ്ര ഏജൻസികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള ആളുകൾ ഇന്ത്യ സഖ്യത്തിൽ നിൽക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാൾ ജയിലിലാകുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ പിണറായി വിജയൻ ജയിലിലാകുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. അല്ല, അങ്ങനെയല്ല അതിനെ കാണണ്ടേ. അരവിന്ദ് കേജ്രിവാൾ ജയിലിലാകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് പോലെയല്ല പിണറായി വിജയൻ ജയിലിലാകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട്. അതൊക്കെ വേറെ കാര്യം. പക്ഷേ ഇപ്പോൾ പിണറായി വിജയൻ ജയിലിൽ പോകുന്നതിനോട് ഞങ്ങൾക്കും യോജിപ്പില്ല. ഇപ്പോൾ പിണറായി വിജയനെതിരെ അദ്ദേഹത്തിന്റെ മകളുടെ എക്സാലോജി സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്വേഷണം നടത്താൻ ഊർജിതമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്ന കേന്ദ്ര ഏജൻസികളും അതുപോലെ കരുവന്നൂരിലെ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട കൊള്ളയടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഊർജിത അന്വേഷണം നടത്തുന്ന കേന്ദ്ര ഏജൻസികളുടെയും ലക്ഷ്യം പിണറായി വിജയന് അനുകൂലമായി, അതായത് ഡൽഹിയിൽ അരവിന്ദ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഈ രാജ്യം മുഴുവൻ ഉണ്ടായ കേജ്രിവാളിന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം പോലെ പിണറായി വിജയന് അനുകൂലമായിട്ട് ഒരു സാഹചര്യം കേരളത്തിൽ സൃഷ്ടിക്കപ്പെടാൻ സാഹചര്യമുണ്ടെങ്കിൽ, ഒരു സഹതാപ തരംഗം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഗുണം CPM-നോ LDF-നോ കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ UDF-ന്റെ സീറ്റ് ഷെയർ കുറയ്ക്കാൻ പറ്റിയാൽ അത് BJPക്ക് ഗുണകരമാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ BJP ഇപ്പോൾ നടത്തുന്ന അന്വേഷണത്തെയും ഞങ്ങൾക്ക് സംശയമുണ്ട്. പിണറായി വിജയൻ ജയിലിൽ പോകണമായിരുന്നെങ്കിൽ പണ്ടേ പോകണമായിരുന്നു, എത്രയോ കാലം മുമ്പ് പോകണമായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പല്ലേ അദ്ദേഹത്തിന്റെ മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ EDയുടെ പ്രാഥമിക അന്വേഷണം തുടങ്ങിയത്. പക്ഷെ അക്കാര്യം പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകളും അദ്ദേഹത്തിന്റെ പാർട്ടിയും മറച്ചു വയ്ക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അവർക്കാണ് മാനക്കേട്. പക്ഷെ BJPയുടെ നേതാക്കന്മാർ, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ, കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ എന്തുകൊണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അത് മറച്ചു വെച്ചു എന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ ഒരു ചാനൽ ചർച്ചയിൽ BJPയുടെ സംസ്ഥാന നേതാവായിട്ടുള്ള സുരേഷ് കുമാർ പറഞ്ഞത്, ഞങ്ങൾ അങ്ങനെ ചെയ്തതിന്റെ പേരിൽ നിങ്ങളുടെ നേതാക്കന്മാർ കേരളത്തിൽ മുഖ്യമന്ത്രിയാകണ്ട എന്ന. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? പിണറായി വിജയനെ, കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയന് ഒത്താശ ചെയ്യുന്നത് BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളും BJPയുമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ടല്ലോ. അല്ല, ഒരു കാര്യം കൂടി ജിൻഡോ, ഇതിനകത്ത് മറ്റൊരു കാര്യം വരുന്നത്, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ വിഷയം ഉന്നയിക്കുമ്പോൾ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ രണ്ടുപേർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതിന് ശേഷം, ഇങ്ങനെ ആരോപണം ഉന്നയിച്ചതിന് ശേഷം പറയുന്ന കാര്യം, നമ്മൾ ഇന്ത്യ സഖ്യത്തിലാണ്, അതുകൊണ്ട് മോദിയെയാണ് ആക്രമിക്കേണ്ടത്, അല്ലാതെ പരസ്പരം അല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് ആക്രമിക്കരുത് എന്ന് പറയുന്നു. ഇപ്പോൾ രാഹുൽ പറയുന്നു ഞാൻ മോദിയെ ആക്രമിക്കുന്നു, പിണറായി എന്നെ ആക്രമിക്കുന്നുവെന്ന്. CPM-ന്റെ നേതാക്കൾ പറയുന്നത് കോൺഗ്രസ്സുകാർ മോദിയെ ആക്രമിക്കാൻ തയ്യാറാകുന്നില്ല, പകരം CPM-ന്റെ നേതാക്കളെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയുമാണ് ആക്രമിക്കുന്നതെന്ന്. ഇതങ്ങോട്ട് സിങ്ക് ആവുന്നില്ല. എപ്പോഴും ഈ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്തായാലും ഇന്ത്യ സഖ്യം വിടൂ, കാരണം കേരളത്തിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ആർക്കും ആരെയും ആക്രമിക്കാവുന്ന സാഹചര്യമാണുള്ളത്. എന്നിട്ട് ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അതെന്തിനാണ് എന്ന മറുചോദ്യം എന്തിന് ചോദിക്കുന്നു? രാഹുൽ എന്തിനാ അങ്ങനെ ചോദിക്കുന്നു? പിണറായി വിജയൻ എന്നെ ആക്രമിക്കുന്നുവെന്ന്. എന്തുകൊണ്ടാണ് പിണറായി വിജയന് പറ്റില്ലാത്തത്? പിണറായി വിജയന് പറ്റുമല്ലോ രാഹുലിനെതിരെ ആരോപണം ഉന്നയിക്കാൻ.
തീർച്ചയായിട്ടും മഞ്ജുഷ, പിണറായി വിജയന് രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ ഈ കോൺഗ്രസിന്റെ ബൂത്തിലുള്ള പ്രവർത്തകൻ തൊട്ട് AICC വരെയുള്ള ആരെയും വിമർശിക്കാനുള്ള അവകാശമുണ്ട്. അതിലൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല. പക്ഷേ ഇന്ത്യ മുന്നണിയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുകയും ചെയ്യും. പിണറായി വിജയൻ രാഹുൽ ഗാന്ധിക്കെതിരെ ആക്ഷേപം ഉന്നയിക്കും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, രാഹുൽ ഗാന്ധി വന്ന് നോമിനേഷൻ കൊടുക്കുന്നു, മത്സരിക്കുന്നു. ഈ നിമിഷം വരെ ഇന്നല്ലേ അദ്ദേഹം പ്രതിപക്ഷ CPM നേതാക്കന്മാർക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളൂ. നാളെ ഇതുവരെ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള ബഹുമാനത്തോടെ തന്നെയാണ് ഇവരൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷേ വയനാട്ടിൽ മത്സരിക്കുന്ന ആനി രാജ ആയിക്കോട്ടെ, CPM-ന്റെ നേതാക്കന്മാരായിക്കോട്ടെ, നരേന്ദ്രമോദിയുടെ പേരെടുത്ത് വിമർശിക്കാൻ കാണിക്കുന്നതിനേക്കാൾ വലിയ ആവേശത്തോടുകൂടി രാഹുൽ ഗാന്ധിയാണ് വിമർശിക്കുന്നത്. എന്നിട്ട് അവർ ഇന്ത്യ മുന്നണിയാണെന്ന് പറയും. എന്ത് ഇന്ത്യ മുന്നണി? കേരളത്തിൽ ഇന്ത്യ മുന്നണി ഒന്നുമില്ല. കേരളത്തിൽ ഞങ്ങൾക്ക് CPM-ഉം BJP-യും ഒക്കെ ഒരുപോലെ തന്നെ ശത്രുക്കളാണ്. ഞങ്ങൾ നരേന്ദ്രമോദിയെ എങ്ങനെ എതിർക്കുന്നോ അതുപോലെ തന്നെ അതിനേക്കാൾ ശക്തമായിട്ട് കേരളത്തെ കഴിഞ്ഞ 8 വർഷമായിട്ട് കൊള്ളയടിക്കുന്ന പിണറായി വിജയനെയും ഞങ്ങൾ എതിർക്കും. പക്ഷേ ഇതിലൊരു സാമാന്യ മര്യാദയുണ്ടല്ലോ. കേരളത്തിന് പുറത്ത് ഇന്ത്യ മുന്നണി എന്ന് പറയുമ്പോൾ ആ സാമാന്യ മര്യാദ പുലർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി നാളെ ഇതുവരെ വിമർശിക്കാതിരിക്കുകയും പക്ഷേ ആ മര്യാദകളൊന്നും പുലർത്താതെ ഒരിക്കൽ പോലും 8 വർഷത്തിനിടയ്ക്ക് നരേന്ദ്രമോദി എന്നോ അമിത്ഷാ എന്നോ പറയാതെ ഡൽഹിയിൽ ഒരാളുണ്ട്, ഡൽഹിയിൽ വേറൊരാളുണ്ട് എന്നൊക്കെയല്ലേ, ആ ഭാഷയല്ലേ പിണറായി വിജയൻ ഉപയോഗിച്ചിട്ടുള്ളൂ. അദ്ദേഹം എത്ര പ്രാവശ്യം നരേന്ദ്രമോദിയുടെ പേരെടുത്ത് വിമർശിച്ചിട്ടുണ്ട്. ശരിയാണ് ശ്രീ എം ജയചന്ദ്രൻ, പേര് പറയാൻ എന്തുകൊണ്ട് മടിക്കുന്നു? പേര് പറയാൻ എന്തുകൊണ്ട് മടിക്കുന്നു? ജിൻഡോയുടെ ഈ ആരോപണത്തിലുള്ള മറുപടി. ഹലോ ശ്രീ എം ജയചന്ദ്രൻ, മോദിയുടെ പേര് പറയാൻ പിണറായി വിജയന് മടി. ജിൻഡോയുടെ ഈ ആരോപണത്തിലുള്ള മറുപടി. അല്ല, ജിൻഡോ ഇപ്പൊ പറഞ്ഞ ആ ഒരു കാര്യമുണ്ടല്ലോ, അതാണ് ഇതിന്റെ അകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഡെവലപ്മെന്റ്. അതാണ് മഞ്ജുഷ, എന്താണെന്നറിയാമോ? മോദി ഇവിടെ വന്ന് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലും തിരുവനന്തപുരത്തും പിണറായി വിജയനെ നേരിട്ട് പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചല്ലോ. അന്ന് തന്നെ വ്യാപകമായി ഉയർന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് മോദി വിമർശിക്കുന്ന പോലെ രാഹുൽ ഗാന്ധി പിണറായി വിജയനെ വിമർശിക്കാത്തത്? ന്യൂസിലൻഡിൽ തന്നെ ആ വിഷയം ചർച്ച ചെയ്തതാണ്. ഞാൻ ആ ചർച്ചയിൽ പങ്കെടുത്ത ആളുമാണ്. അപ്പോ കഴിഞ്ഞ തവണത്തെ രാഹുലിന്റെ ഒരു പ്രവർത്തന രീതിയാണെന്ന് ഉദാഹരിച്ചത് പലരും ചർച്ചയിൽ ഉണ്ടായിരുന്നവർ. അതായത് CPM-കാരുടെ അല്ലെങ്കിൽ LDF-കാരുടെ ഉൾപ്പെടെ വോട്ട് അവരെ വിമർശിക്കാതിരുന്നാൽ തനിക്ക് കിട്ടും എന്ന് രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ കരുതുകയും അത് യാഥാർത്ഥ്യമാവുകയും ചെയ്ത സാഹചര്യത്തിൽ അദ്ദേഹം വിമർശിക്കാതിരുന്നത് ശരിയാണെന്ന് തെളിഞ്ഞല്ലോ. അതേ ലൈനാണ് ഇത്തവണ സ്വീകരിക്കുന്നത് എന്നാണ് ചർച്ചയിൽ പൊതുവെ അഭിപ്രായം ഉയർന്നത്. പക്ഷേ അങ്ങനെയല്ല വസ്തുതയെന്നും 2019 അല്ല കേരളം 2024 ഇന്ന് കോൺഗ്രസിന് UDF-ന് കൂടുതൽ വ്യക്തമായ വരും ദിവസങ്ങളാണ് ഓരോ ദിവസവും എന്നുള്ളത് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് കോൺഗ്രസിനും അറിയാം. അപ്പോ അതിന് എന്താണ് അടിസ്ഥാനപരമായിട്ടുള്ളത്? ഇപ്പോ SDPI-യുടെ കാര്യം പറഞ്ഞു, പിന്തുണ പ്രഖ്യാപിച്ചു, വേണ്ടാന്ന് പ്രഖ്യാപിച്ചു. പക്ഷെ ആ സാധ്യത പിൻവാതിൽ നിലനിൽക്കുന്നത് എല്ലാവരും കാണുന്നുമുണ്ട്. അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടി കഴിഞ്ഞ ദിവസം, അപ്പൊ ഈ SDPI-ക്ക് ആകപ്പാടെ 1% മുസ്ലിം ജനസമാനത്തിനിടയിലെ പിന്തുണ എല്ലാവർക്കും അറിയാം. ആ 1%-ന്റെ പകുതി പോലുമില്ല വെൽഫെയർ പാർട്ടിക്ക്, 1% താഴെയുള്ളൂ. അവര് കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. ഇതൊന്നും വേണ്ട എന്ന് പറയുകയോ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയായിട്ട് ഞങ്ങൾക്ക് കൂട്ടില്ലെന്ന് പറയുകയോ അല്ല കോൺഗ്രസിന്റെ നിലപാട്. അതൊക്കെ ഉൾക്കൊള്ളുന്നതിന്റെ കാര്യം എന്താണ്? കാൽക്കീഴിലെ മണ്ണ് ചില മേഖലകളിൽ ചില വോട്ട് ബാങ്കുകളിൽ ഒലിച്ചു പോകുന്നുണ്ട് എന്ന് കോൺഗ്രസ് റിയലൈസ് ചെയ്യുന്നു. അത് മോദി എന്ന പേര് പറയാൻ എന്തിനു മടിക്കുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായില്ല ശ്രീ എം ജയചന്ദ്രൻ. ജിൻഡോ ചോദിച്ചത് ന്യായമായ കാര്യമാണ്. മഞ്ജുഷ ആദ്യം ചോദിച്ചപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. താങ്കൾ എനിക്ക് സ്ട്രേറ്റ് ചോദ്യമാണ്. ജിൻഡോ ഉദ്ദേശിച്ച സ്ട്രേറ്റ് കാര്യമാണ്. മോദി എന്ന പേര് പറയാൻ മടിക്കുകയാണ്. എന്താ മോദി എന്ന പേര് പറയാൻ മടിക്കുകയാണ്. ഡൽഹിയിൽ ഒരാൾ ഇരിപ്പുണ്ട്, അങ്ങനെയുള്ള പ്രാസങ്ങൾ പറയും. അല്ല, അങ്ങനെയല്ലല്ലോ. ഇപ്പൊ ഡൽഹിയില് ഫെബ്രുവരി 8-ന് കേരള മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും അവിടെ പോയി ജന്തർ മന്ദിറിൽ സമരം ചെയ്തത് ഈ യൂണിയൻ ഗവൺമെന്റിനെതിരായിട്ടാണല്ലോ. ഒരു മോദിയെ മാത്രമായിട്ടല്ലല്ലോ കണ്ടത്. അന്ന് മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഇപ്പോഴും താങ്കളുടെ വീഡിയോയിൽ ഇപ്പോഴും ലൈബ്രറിയില് അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരമൊക്കെ ഉണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തും ഞാൻ കേട്ടില്ല. ഞാൻ കേട്ടു ഞാൻ വ്യക്തമായിട്ടും കേട്ടതാ, മുഴുവനും കേട്ടതാ. അതിന്റെ ഞാനത് സൂക്ഷിച്ചും വെച്ചിട്ടുണ്ട്. പറയേണ്ട സമയത്ത് പറയേണ്ടത് തന്നെ പറയാൻ അറിയാം. അതിൻ്റെ അകത്ത് ഇങ്ങനെയല്ലല്ലോ.
ഇങ്ങനെയല്ലല്ലോ നരേന്ദ്രമോദി എന്നുള്ള പേരല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. LDF-നെ സംബന്ധിച്ചോളം അതൊരു ഗവൺമെന്റ് ആണ്, യൂണിയൻ ഗവൺമെന്റ് ആണ്. ആ ഒരു എൻറ്റിറ്റിയാണ് വിമർശിക്കുന്നത്. നരേന്ദ്രമോദിയെ വിമർശിച്ചാൽ എന്താണ് കാര്യം? അതോ പിന്നെ സംഘപരിവാർ BJP ലെഡ് യൂണിയൻ ഗവൺമെന്റ് അതാണ് ശരി ജിൻഡോ, ആ മറുപടി തൃപ്തിയുള്ളതാണോ? മോദി എന്ന പേരില്ല കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നുണ്ട് എന്ന്. ജിൻഡോ ഇതാണ്. ഒരു സെക്കൻഡ് താങ്കളിലേക്ക് വരാം. ജിൻഡോ അല്ല 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 മഞ്ജുഷേ അദ്ദേഹത്തോട് ജയചന്ദ്രൻ സാറിനോടുള്ള എല്ലാ ബഹുമാനവും അദ്ദേഹത്തിന്റെ പ്രായത്തെയും അദ്ദേഹത്തിന്റെ അനുഭവ പരിചയത്തെയും മാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, അതൊരു മറുപടിയല്ലല്ലോ. കേന്ദ്ര സർക്കാർ എന്നല്ലല്ലോ പറയണേ. രാഹുൽ ഗാന്ധിയും കോൺഗ്രസിന്റെ നേതാക്കന്മാരും പ്രതിപക്ഷ ചേരിയിൽ നിൽക്കുന്ന മറ്റാളുകളൊക്കെ പ്രതിഷേധിക്കുന്നതും അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ വിമർശിക്കുന്നതും നരേന്ദ്രമോദി എന്നുള്ള പേരെടുത്ത് പറഞ്ഞത് തന്നെയാണ്. ഇത് വലിയ വിജ്ഞാന വിസ്ഫോടനത്തിന്റെ കാലമാണ്. പിണറായി വിജയൻ നരേന്ദ്രമോദിയുടെ പേരെടുത്ത് വിമർശിച്ചാൽ അദ്ദേഹത്തിന്റെ തലയിൽ തൂങ്ങി നിൽക്കുന്ന ലാവ്ലിൻ കേസിന്റെ വാള്, കരുവന്നൂർ കേസിന്റെ വാള്, അല്ലെങ്കിൽ എക്സാലോജിക്കിന്റെ വാള്, സ്വർണ്ണക്കടത്തിന്റെ വാള്, ലൈഫ് മിഷന്റെ വാളൊക്കെ താഴേക്ക് ചാടിയാലുള്ള അവസ്ഥ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അമിത്ഷായുടെയോ നരേന്ദ്രമോദിയുടെ പേരെടുത്ത് വിമർശിക്കാതെ കടന്നു പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പായപ്പോഴല്ലേ നരേന്ദ്രമോദി എന്നുള്ള പേര് പറയാൻ ഇപ്പോഴും ധൈര്യമുണ്ടോ? ഒന്ന് ഉറച്ചു പറയാനായിട്ട്. നരേന്ദ്രമോദി എത്ര വട്ടം കേരളത്തിൽ വന്ന് പിണറായി വിജയനെതിരെ ആക്ഷേപകരമായിട്ടുള്ള പരാമർശം നടത്തി. തിരിച്ചൊന്ന് ആക്ഷേപകരമായിട്ടുള്ള പരാമർശം നടത്തണ്ട. ഒന്ന് ഉറക്കെ നരേന്ദ്രമോദിയുടെ പേരെടുത്ത് വിമർശിക്കാൻ പിണറായി വിജയന് ധൈര്യം ഉണ്ടായിട്ടില്ല. താങ്കൾ പറഞ്ഞ പോലെ ഡൽഹി സമരത്തിൽ കേന്ദ്ര സർക്കാർ എന്നേ പറഞ്ഞിട്ടുള്ളൂ, യൂണിയൻ ഗവൺമെന്റ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. നരേന്ദ്രമോദിയുടെ പേര് പറഞ്ഞിട്ടുള്ള ഒരു പരാമർശം താങ്കൾക്ക് കാണിക്കാൻ പറ്റുമോ? ജയേന്ദ്രൻ, ആ മറുപടി തൃപ്തികരമല്ല. ശ്രീ ജയചന്ദ്രൻ. അല്ല, എനിക്ക് പിന്നെ ശ്രീ ജിൻഡോ ജോൺ നല്ല സുഹൃത്താണ്. ഡോക്ടർ ജിൻഡോ ജോൺ, അത് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നിലപാട് അദ്ദേഹത്തിന് പറയാൻ കഴിയൂ. ഞാൻ ഇവിടെ വന്ന് ഇരുന്ന് പറയുന്നതിനോട് യോജിക്കാനല്ലല്ലോ അദ്ദേഹവും പിന്നെ ഷാബു പ്രസാദും ഇവിടെ ഇരിക്കുന്നത്. ഞാൻ അവർ പറയുന്നത് യോജിക്കാനല്ല ഞാനും ഇരിക്കുന്നത്. അത് പരസ്പരം അറിഞ്ഞുകൊണ്ടാണല്ലോ ഈ ഡിബേറ്റിൽ പങ്കെടുക്കുന്നത്. പിന്നെ ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളൊരു കാര്യമേ ഉള്ളൂ. എപ്പോഴും പറയും ഈ പിന്നെ ലാവ്ലിൻ കേസ്. ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, സമയം ഇല്ലെങ്കിലും ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർത്തേക്കാം. ഈ പിന്നെ 2013 ഒക്ടോബർ 5-നാണ് CBI സ്പെഷ്യൽ കോർട്ടിന്റെ തിരുവനന്തപുരത്തെ ലാവ്ലിൻ കേസ് വിധി വന്നത്. അന്ന് കേന്ദ്രം ഭരിക്കുന്നത് പിന്നെ കോൺഗ്രസ് സർക്കാരാണ്, കേരളം ഭരിക്കുന്ന ഉമ്മൻചാണ്ടി സർക്കാരുമാണ്. ആ കേസിലാണ് പിണറായിയെ അതിൽ നിന്ന് പ്രതിസ്ഥാനത്തു നിന്ന് പോലും ഒഴിവാക്കുന്നത്. കുറ്റവിമുക്തനാക്കി അല്ല ചെയ്തത്, ഒഴിവാക്കുന്നത്. ആ പ്രതിസ്ഥാനത്തു നിന്ന് ഒഴിവാക്കുന്നത്. അത് അന്ന് BJP-ക്കാർ പറഞ്ഞത് കോൺഗ്രസും CPM-ഉം പിണറായിയും തമ്മിലുള്ള അന്തർധാരയാണ് ഇങ്ങനൊരു വിധി ഉണ്ടായെന്നാണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? അത് ആ നിലപാടിനെ കുറിച്ച് പിന്നീടൊന്നും പറഞ്ഞു കേൾക്കുന്നില്ലല്ലോ. ഇപ്പൊ 37, 38, 39 അല്ലെ 40 തവണ മാറ്റിവെച്ചു. ആ മാറ്റിവെച്ചതിന് കാരണം എന്താണ്? ഈ കോൺഗ്രസ് നേതാക്കള് അവർക്ക് തിരക്കിക്കൂടെ? കോൺഗ്രസ് ആനുകൂല്യമുള്ള അല്ലെങ്കിൽ ആ അനുകൂല്യത്തിൽ നിൽക്കുന്ന ഒരുപാട് വക്കീലന്മാർ. പക്ഷേ മോദി എന്ന പേര് പറയാത്തത് എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായില്ല ശ്രീ M. ജയചന്ദ്രൻ. അത് തന്നെയാണ് പേര് പറയിക്കാൻ മുഖ്യമന്ത്രിക്ക് പേര് പറയണോ വേണ്ടോ തീരുമാനിക്കുന്നത് M. ജയചന്ദ്രൻ അല്ല, അത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. CPM എന്ന പാർട്ടിയാണ്. അതൊക്കെ അവരുടെ സൗകര്യം ഞാൻ പറയൂ. കോൺഗ്രസിന്റെ മറ്റേ സൗകര്യം. ശരി, ശ്രീ ഷാബു പ്രസാദ്, താങ്കളുടെ ശ്രദ്ധയിൽ അങ്ങനെ വന്നിട്ടുണ്ടോ? ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുവാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മടിക്കുന്നുവെന്ന് അതൊരു വലിയ ആരോപണമായി ഉയർന്നു വരികയാണ്. കോൺഗ്രസ് അത് വലിയ രീതിയിൽ ഉന്നയിക്കുകയാണ്, UDF അത് വലിയ രീതിയിൽ ഉന്നയിക്കുകയാണ്. രാഹുലിന്റെ ഇന്നത്തെ പ്രസംഗത്തിലും അത് തന്നെയാണ് കടന്നു വന്നിട്ടുള്ളത്. ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെ ഈ രാഷ്ട്രീയമായിട്ട് കാണേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി എങ്ങനെയായാലും കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഒരു കോർഡിയൽ റിലേഷൻഷിപ്പ് ഉണ്ടാവേണ്ടത് ആവശ്യം തന്നെയാണത്. അത് ഞാൻ മനസ്സിലാക്കുന്നത് പിണറായി വിജയന് നരേന്ദ്രമോദിയുമായിട്ടും നിതിൻ ഗഡ്കരിയുമായിട്ടും ഒക്കെ നല്ല മികച്ച വ്യക്തിബന്ധങ്ങളുണ്ട്. ആ വ്യക്തിബന്ധങ്ങളിലൂടെയാണ് പലപ്പോഴും ഒരുപാട് അതായത് സംസ്ഥാനത്തിന് ഗുണകരമായിട്ടുള്ളതും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് എപ്പോഴും വ്യക്തിബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ നരേന്ദ്രമോദിയെ തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം, അദ്ദേഹത്തിന് ലോക നേതാക്കളുമായിട്ടുള്ള വെറും ഡിപ്ലോമാറ്റിക് റിലേഷൻസ് എന്നുള്ളതിനെക്കാട്ടിലപ്പുറം വലിയ വ്യക്തിബന്ധങ്ങളുണ്ട്. അങ്ങനെ ആ വ്യക്തിബന്ധങ്ങൾ സ്ഥാപിക്കാൻ അദ്ദേഹം വളരെ സമർത്ഥനുമാണ്. അങ്ങനെ സ്ഥാപിക്കപ്പെട്ട വ്യക്തിബന്ധങ്ങളിലൂടെ രാജ്യത്തിന് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുക എന്ന ഒരു രീതിയാണ് നരേന്ദ്രമോദി എന്നും എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇപ്പോൾ പ്രധാനമന്ത്രിയുമായിട്ട് പിണറായി വിജയൻ സംസ്ഥാനം ഭരിക്കുന്ന സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ഒരുപക്ഷെ പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്നുവെങ്കിൽ
ഇങ്ങനെ ആയിരിക്കില്ല പെരുമാറുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എം വി ഗോവിന്ദൻ പറയുന്ന അല്ലെങ്കിൽ വിമർശിക്കുന്ന അതേ ഭാഷയിൽ അതേ മൂർച്ചയോടുകൂടി മുഖ്യമന്ത്രിക്ക് അങ്ങനെ ചെയ്യാൻ, രാഷ്ട്രീയ വിമർശനം ചെയ്യാൻ കഴിയണമെന്നില്ല. കാര്യം നമ്മൾ പറയുമല്ലോ, ഡോണ്ട് ബേൺ ദ ബ്രിഡ്ജസ് ബിഹൈൻഡ്, ഓൾ ദ ബ്രിഡ്ജസ്. മറ്റൊരു വശം എല്ലാ വഴികളും അടച്ചിടാൻ പാടില്ല എന്നുള്ളത്. ഈ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ക്ലിഫ് ഹൗസിലേക്ക് എത്താത്തതും ഈ ഒരു കോഡിയൽ റിലേഷൻ കൊണ്ടാണ്. ആരോപണവും വരും. ഇല്ല, അങ്ങനെയൊന്നുമല്ല. അത് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ക്ലിഫ് ഹൗസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ക്ലിഫ് ഹൗസിൽ തന്നെയാണ്. അതെങ്ങനെ താങ്കൾക്ക് വീണാ വിജയനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതുകൊണ്ട്, അതായത് മാസപ്പടി കേസാണല്ലോ ഇപ്പോൾ ഏറ്റവും ചർച്ച. ആ മാസപ്പടി കേസ് എത്തി നിൽക്കുന്നത് ക്ലിഫ് ഹൗസിൽ തന്നെയാണ്. ഇപ്പം ഇവരുടെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ്, എന്തുകൊണ്ട് ഈ ഇലക്ഷന് മുമ്പ്, ഈ 26-ാം തീയതിക്ക് മുമ്പെങ്കിലും ഈ വീണാ വിജയനെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ ഇവർ തയ്യാറാകുമോ? അങ്ങനെ അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടുമോ? ഇതാണ് ഇവർ നോക്കുന്നത്. അങ്ങനെ ഇവരുടെ സൗകര്യത്തിനും ഇവരുടെ രാഷ്ട്രീയം, മറ്റുള്ളവരുടെ രാഷ്ട്രീയം, ഇപ്പം BJPയുടെ ആണെങ്കിലും രാഷ്ട്രീയ നേട്ടങ്ങൾ നോക്കി ഒരു ഏജൻസിക്ക് പ്രവർത്തിക്കാനാവില്ല. ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫേവർ ചെയ്ത് തരേണ്ട ആവശ്യമില്ല, അത് പ്രതീക്ഷിക്കേണ്ട എന്നുള്ള ഷാബുവിന്റെ മറുപടി എന്താണ് ജിൻഡോ പറയാനുള്ളത്? അല്ലല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ഓരോരുത്തരുടെ ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും ഡ്രീംസ് അനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയില്ല. ജിൻഡോ, അല്ല, ഞാൻ ഷാബു പ്രസാദ് പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. മറ്റൊരു ചർച്ചയിൽ സുരേഷ് കുമാർ എന്ന് പറഞ്ഞ BJPയുടെ സംസ്ഥാന നേതാവ് പറഞ്ഞത് ഇതേ ആശയം തന്നെയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അന്വേഷണത്തിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി, ഞങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ടല്ല പിണറായി വിജയനെ ചോദ്യം ചെയ്യേണ്ടതും അദ്ദേഹത്തിന്റെ മകളെ അറസ്റ്റ് ചെയ്യേണ്ടതും. അങ്ങനെ അറസ്റ്റ് ചെയ്യാനുള്ള തെളിവുകളുണ്ടെങ്കിൽ, കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ കേന്ദ്ര ഏജൻസികൾ കൃത്യമായിട്ട് നടപടി സ്വീകരിക്കണമല്ലോ. പകരം കോൺഗ്രസിനോ UDFനോ ഇന്ത്യ മുന്നണിക്കോ എന്തെങ്കിലും ഗുണം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ, അങ്ങനെയാണെങ്കിൽ ഈ അറസ്റ്റ് അല്ലെങ്കിൽ മറ്റു നടപടിക്രമങ്ങൾ ഞങ്ങൾ ഇച്ചിരി വൈകിപ്പിച്ചേക്കാം എന്ന് പറയുന്നതിന്റെ ലക്ഷ്യം എന്താ? അത് CPMന് സൗകര്യം ചെയ്തു കൊടുക്കുക. കോൺഗ്രസിനെ ക്ഷീണിപ്പിക്കാൻ വേണ്ടിയിട്ട് BJP CPMന് സൗകര്യം ചെയ്തു കൊടുക്കുന്നു എന്നുള്ള ഞങ്ങളുടെ ആക്ഷേപം ശരിവയ്ക്കുന്ന നിലപാടല്ലേ താങ്കൾ ഇപ്പോൾ പറഞ്ഞത്? അതെന്ത് നിലപാടാ? ഞങ്ങളെ തൃപ്തിപ്പെടുത്തണ്ട. കേരളത്തിലെ 3.5 കോടി ജനങ്ങളോട് നിങ്ങൾ മറുപടി പറയണം. BJPയുടെ സ്റ്റാൻഡ് എന്താണെന്ന്. കോൺഗ്രസിന് അനുകൂലമാകും എന്നുള്ള സാഹചര്യം ഉള്ളത് കൊണ്ട് പിണറായി വിജയന്റെ മകളെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നു. ഞങ്ങൾക്ക് വീണാ വിജയനെ അറസ്റ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമല്ല. പക്ഷെ ആ വിഷയത്തിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ, നിയമപരമായിട്ടുള്ള വിഷയങ്ങളിൽ കേന്ദ്ര ഏജൻസികളുടെ നടപടി എങ്ങനെയാണെന്ന് ഞങ്ങൾ സാഹൂതം കാത്തിരിക്കുന്നു. അവിടെ ഞങ്ങൾ പറയുന്ന ആക്ഷേപമാണ് കേന്ദ്ര ഏജൻസികൾ പിണറായി വിജയന് സൗകര്യം ചെയ്തു കൊടുക്കുന്നു. അത് നിങ്ങൾ പറഞ്ഞ മറുപടി, പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നെങ്കിൽ കേരള നേതാവായി രാഹുൽ ഗാന്ധി ചുരുങ്ങുകൂടി ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രസ്താവനകളിലൂടെ. തീർച്ചയായിട്ടും അങ്ങനെയല്ലല്ലോ അതിനെ കാണണ്ടേ. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് അതിലേക്ക് വരാം. ഇപ്പോൾ ഷാബു പ്രസാദ് തന്നെ പറയുന്നുണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയൻ നരേന്ദ്രമോദിയെ വിമർശിക്കാത്തത് അതൊരു കോഡിയൽ റിലേഷന് വേണ്ടിയിട്ടാണെന്ന്. അങ്ങനെയാണെങ്കിൽ രേവന്ത് റെഡ്ഡി, അങ്ങനെയാണെങ്കിൽ മറ്റേ നമ്മുടെ സിദ്ധാരാമയ്യ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിരുന്ന ഉദ്ധവ് താക്കറെ, അല്ലെങ്കിൽ ബംഗാളിലെ മുഖ്യമന്ത്രി മമതാ ബാനർജി, ഇങ്ങനെ ഇന്ത്യയിലെ BJPയുടെ എതിർചേരിയിൽ നിൽക്കുന്ന മുഖ്യമന്ത്രിമാരൊക്കെ നരേന്ദ്രമോദിയുടെ പേരെടുത്ത് വിമർശിക്കുമ്പോൾ അവർക്ക് സംസ്ഥാനത്തിന് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടാതിരിക്കുന്ന സാഹചര്യമുണ്ട്. അത് പേരെടുത്ത് വിമർശിക്കുന്നത് കൊണ്ടാണെന്നല്ലേ ബംഗ്യന്തരേണ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേക സൗകര്യം കിട്ടാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ കേരളത്തിന് വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദിയുടെ പേര് പറയാത്തത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാവുന്ന ആളുകളല്ല കേരളത്തിലുള്ള ആളുകൾ. കാരണം പിണറായി വിജയൻ നരേന്ദ്രമോദിയുടെ പേരെടുത്ത് പറയാത്തത്, അമിത്ഷായുടെ പേരെടുത്ത് പറയാത്തത് അദ്ദേഹത്തിന് ഗുണം കിട്ടാനാണ്, അല്ലാണ്ട് കേരളത്തിന് ഗുണം കിട്ടാനല്ല. 1. 2, മഞ്ജുഷ ചോദിച്ച ചോദ്യം, രാഹുൽ ഗാന്ധി സംസ്ഥാന നേതാവായിട്ട് മാറുന്നു എന്ന്. രാഹുൽ ഗാന്ധി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വയനാട് എന്ന് പറഞ്ഞ കേരളത്തിലെ ഒരു പാർലമെന്റ് സീറ്റിൽ മത്സരിക്കുമ്പോൾ കേരളത്തിലെ വിഷയങ്ങൾ അഡ്രസ് ചെയ്യണം. അല്പം മുമ്പല്ലേ പറഞ്ഞത്, ജയചന്ദ്രൻ സാർ പറഞ്ഞത് 2019 കേരളമല്ല 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നിന്ന്. തീർച്ചയായിട്ടും ശരിയാണ്. 2019 നിന്ന് ഈ 5 വർഷം കടന്നു വരുമ്പോൾ കേരളത്തെ ഇതുപോലെ മുച്ചൂട് മുടിച്ച, സർവ്വ മേഖലയിലും അഴിമതി നടത്തുന്ന ഒരു സർക്കാർ, കൊള്ളക്കാരാണ് ഈ സർക്കാരല്ല ഇത് കൊള്ളക്കാരാണെന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് ഞങ്ങൾ ആക്രമിക്കുന്നത്. ഇവിടെ വരുമ്പോൾ സീതാറാം യെച്ചൂരി കേരളത്തിലെ നേതാവായിട്ടല്ലേ പ്രസംഗിക്കുന്നത്? സീതാറാം യെച്ചൂരി കേരളത്തിൽ വരുമ്പോൾ കോൺഗ്രസ്
കോൺഗ്രസിന് അഖിലേന്ത്യാ തലത്തിൽ പിന്തുണയ്ക്കുന്ന അതേ നിലപാടാണോ ഇവിടെ സംസാരിക്കുന്നത്? അപ്പോൾ ഇവിടെ ഓരോ സംസ്ഥാനത്ത് വരുമ്പോൾ ഇപ്പോൾ BJP-യുടെ നേതാക്കന്മാർ കർണാടകയിൽ അവർ തമ്മിൽ ജനതാദളുമായിട്ട് ധാരണയല്ലേ? കേരളത്തിൽ വരുമ്പോൾ കേരളത്തിലെ കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞ മന്ത്രി അടക്കമുള്ള ജനതാദളിനെതിരെ വിമർശനം ഉന്നയിക്കുമ്പോൾ, LDF-നെതിരെ വിമർശനം ഉന്നയിക്കുമ്പോൾ അത് സംസ്ഥാന നേതാക്കന്മാരായിട്ട് ചുരുങ്ങിപ്പോകുമോ? LDF ഗവൺമെന്റിനെതിരെ നരേന്ദ്രമോദി സംസാരിക്കുമ്പോൾ അത് സംസ്ഥാന നേതാവായിട്ട് അദ്ദേഹം ചുരുങ്ങിപ്പോകുമോ? അല്ലല്ലോ. ദേശീയ നേതാക്കന്മാർക്ക് ഓരോ സംസ്ഥാനത്ത് ചെല്ലുമ്പോൾ സംസ്ഥാനത്തെ പ്രാദേശിക വിഷയങ്ങളിൽ അഭിപ്രായം പറയുമ്പോൾ സംസ്ഥാന നേതാക്കന്മാരായിട്ട് ചുരുങ്ങിപ്പോകുകയല്ല, മറിച്ച് ഈ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം, ജനവിരുദ്ധമായിട്ടുള്ള സർക്കാരിനെതിരെയുള്ള ജനവികാരം കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചത് എന്ന് വേണം നമ്മൾ വിലയിരുത്താൻ. ശ്രീ M. ജയചന്ദ്രൻ, ഈ കോഡിയൽ റിലേഷൻഷിപ്പാണ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ മറ്റുള്ള മുഖ്യമന്ത്രിമാർ അവരൊന്നും ഈ രീതിയിലുള്ള കോഡിയൽ റിലേഷൻഷിപ്പിലല്ല. അതുമാത്രമല്ല, അങ്ങനെ ഒരു സൗഹാർദ്ദപരമായ ബന്ധമുണ്ടെങ്കിൽ അത് ഈ കേസുകൾക്ക് ആനുകൂല്യം വാങ്ങിക്കിട്ടുവാനാണ് എന്നുള്ള ദുർവ്യാഖ്യാനം കൂടി അതിലുണ്ട്. അല്ല, ഇത് ഈ നിരന്തരം ഇതേ ആശയഗതിയിലുള്ള നിരവധി ചോദ്യങ്ങൾ കേൾക്കുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു സംശയം ഓണസ്റ്റ്ലി ചോദിക്കുകയാണ്. എന്ത് പിന്നെ ഒരു ഫേവറാണ് ഈ നരേന്ദ്രമോദി അമിത്ഷാ അപ്പൊ ഇപ്പോഴും പല റീൽസിലും അമിത്ഷായ്ക്ക് അതിന് ഇത്ര തടിയൊന്നും പോരാ കേട്ടോ അമിത്ഷാ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ഇപ്പോഴും റീൽസിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപാട് കാണുന്നുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളാണ്. അത് നിൽക്കട്ടെ, അത് മാറ്റി വെച്ചോണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എന്ത് ഫേവറാണ് ഈ കേസിൽ? ഈ ഞാൻ പറയാം, 2019-21 അല്ലേ ഇപ്പോൾ അടുത്ത് കാണുന്നില്ല. ഞാൻ പറയട്ടെ പിന്നെ അല്ല, ഇത് ഈ എന്ത് ഫേവറാണ് ഇതിനകത്ത് കൊടുക്കാൻ ഇരിക്കുന്നത്? എന്ത് കാര്യമാണുള്ളത്? ഇപ്പോ ഈ പറയുന്ന ഇടയ്ക്ക് ആരാണ് ജിൻഡോ ആണ് സൂചിപ്പിച്ചത്, കരുവന്നൂർ കേസിൽ ED ആണല്ലോ കഴിഞ്ഞ വർഷം നവംബർ 1 കൊച്ചി PMLA കോടതിയിൽ 12,000 പേജുള്ള ചാർജ് ഷീറ്റ് സമർപ്പിച്ചത്. അതിൽ പറയുന്നത് 55 പേരെ പ്രതികളാണ്, 90 കോടിയാണ് പിന്നെ അതിന്റെ അഴിമതിയായിട്ട് പറയുന്നത്. പക്ഷെ അതിനേക്കാളും കൂടുതൽ ക്രൈംബ്രാഞ്ച് തന്നെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. കേരള പോലീസിന്റെ ക്രൈംബ്രാഞ്ച് അവർ 103 കോടിയാണ് കണ്ടെത്തിയത്. ED 90 വരെ എത്തിയിട്ടുള്ളൂ. അപ്പൊ അതിന്റെ അകത്ത് ആരെങ്കിലും വിലക്കിയോ? 300 കോടി പറഞ്ഞു. ഞാൻ ഒരിക്കൽ ഇതുമായിട്ട് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ, കരുവന്നൂർ കേസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്ത് ഒരു BJP യോഗം നടക്കുക. ഞാൻ അവിടെ നിന്ന് കേട്ടതാണ് AN രാധാകൃഷ്ണൻ BJP നേതാവ് പറയുന്നത് 1000 കോടി രൂപയുടെ ആണ് അത്രേ കരുവന്നൂർ അഴിമതി നടന്നത്. പക്ഷെ എന്നിട്ടാണ് ED കുറ്റപത്രം കൊടുത്തപ്പോൾ ഈ 90 കോടി വരുന്നു 1ാം ഘട്ട കുറ്റപത്രത്തിൽ. അതങ്ങനെ ഇപ്പൊ ഈ പറയുന്ന വീണ വിജയന്റെ കേസ്, അതും മുഖ്യമന്ത്രിയായിട്ട് എന്ത് ഫേവർ ചെയ്യാനാണ് അതിൻ്റെ അകത്ത് മഞ്ജുഷ ഉള്ളത്? അത് അതിൻ്റെ അകത്തുള്ളത് ഈ പിന്നെ കേസ് അവിടെ SFIO ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഇവിടെ എത്ര ചർച്ച ചെയ്താലും ശരി, അവിടെ ഈ ചർച്ചയല്ല അതിനെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നും. അത് പിന്നെ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട്, AMC കോൺട്രാക്ട്, കൺസൾട്ടൻസി കരാറുകളിലെല്ലാം ഉള്ളതാണ്. എക്സാലോജിക്കിന്റെയും CMRന്റെയും മാത്രമല്ല, ലോകത്ത് മുഴുവനും അംഗീകൃത സമ്പ്രദായവുമാണത്. കോൺഗ്രസ് സർക്കാരിനെ വെച്ചിട്ടുള്ള പറയാൻ കഴിയും. കേജ്രിവാളിന്റെ കാര്യത്തിലും ഒരുപാട് ന്യായങ്ങൾ പറയാൻ കഴിയും. കേജ്രിവാളിന്റെ കാര്യത്തിലും ഒരുപാട് ന്യായങ്ങൾ പറയാൻ കഴിയും. അവിടെ ED അങ്ങനെ കാത്തു നിന്നില്ലല്ലോ. ഞാൻ ന്യായം പറയുന്നില്ലെന്നേ, ഇത് പൂർത്തിയാക്കട്ടെ. താങ്കൾ പറഞ്ഞ എന്ത് ഫേവറാണെന്നുള്ളതാണ്. ഇതാണ് ഫേവർ. ഇത്തരത്തിലുള്ള ഫേവറുകളാണ് കേന്ദ്ര ഏജൻസികൾ വട്ടമിട്ട് പറക്കുന്നതല്ലാതെ താഴ്ന്നിറങ്ങുന്നില്ല. അതല്ല, ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞില്ല, ജിൻഡോ അതിനോട് മറുപടി പറയണേ. ഈ അരവിന്ദ് കെജ്രിവാൾ ഇപ്പൊ അകത്താക്കാൻ കാരണമായ പരാതി കൊടുത്തത് തന്നെ ചൗധരി അനിൽകുമാർ 2022 ജൂണിൽ കൊടുത്ത പരാതിയാണ്. അവിടുത്തെ അന്നത്തെ PCC പ്രസിഡന്റായ ചൗധരി അനിൽകുമാർ. ശരി, തരാതരം പോലെ മാറ്റി പറയുകയാണ് ജിൻഡോ. തരാതരം പോലെ നിങ്ങളും മാറ്റി പറയുകയാണ്. കേജ്രിവാളിനോട് മുമ്പെങ്കിലും ഇല്ലാത്ത സ്നേഹം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുകയാണ് ജിൻഡോ. പ്രമുഖർ വീണ്ടും കൊടുത്തിട്ടുണ്ട് പരാതി. തെരഞ്ഞെടുപ്പ് സമയത്ത് ED ഇങ്ങനെയൊന്നും ചെയ്യരുതായിരുന്നു എന്ന് നിങ്ങൾ വിലപിക്കുന്നു. അല്ല മഞ്ജുഷേ, അല്ല ഞങ്ങൾ പറഞ്ഞത് കറക്റ്റ് അല്ലേ? ഞങ്ങളുടെ കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കന്മാർ ഇപ്പൊ കേരളത്തിൽ ഒരു ആക്ഷേപം ഉണ്ടെങ്കിൽ ഇവിടുത്തെ PCC പ്രസിഡന്റിന്റെ ഉത്തരവാദിത്തമാണ്, ഇങ്ങനെ ഒരു ആക്ഷേപമുണ്ട്, അഴിമതി ആരോപണമുണ്ട്, അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടും. അത് ഏത് സംസ്ഥാനത്തും ഞങ്ങൾ ആവശ്യപ്പെടും. പക്ഷെ ആ ആവശ്യപ്പെട്ട കാലത്തിന് ശേഷം 1.5 വർഷക്കാലം അടയിരുന്നതിന് ശേഷം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം, ഏത് സമയത്താ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ സുപ്രീം കോടതിയിലേക്ക് SBIയുടെ ഉദ്യോഗസ്ഥർ ഒച്ചിഴയുന്ന വേഗത്തിൽ സബ്മിറ്റ് ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അത് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇന്ത്യയിലെ പൊതുസമൂഹം ചർച്ച ചെയ്യാതെ മൂടി വയ്ക്കാൻ അതിനു മുൻപൊക്കെ നടപടിക്രമങ്ങൾ തുടങ്ങിയിരുന്നുവല്ലോ. ജനാധിപത്യ രീതിക്ക് ചേർന്നതല്ല. മറ്റു നടപടിക്രമങ്ങളും ഒക്കെ മുന്നോട്ട് പോവുകയായിരുന്നു. കോടതി ഇടപെട്ടുകൊണ്ടാണ് പല സമയത്തും അത് മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നത്. അല്ല അങ്ങനെയല്ല
അല്ല, ഈ കേജ്രിവാളിനെതിരെ നോട്ടീസ് അയച്ചപ്പോൾ ഞങ്ങൾ ആക്ഷേപം ഉന്നയിച്ചില്ലല്ലോ. ഇവിടെ തോമസ് ഐസക്കിനെതിരെ നോട്ടീസ് അയച്ചു, അദ്ദേഹം കൈപ്പറ്റിയില്ല, അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യുന്നില്ലല്ലോ. വീണ വിജയനെതിരെ 2021 ലോക നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അന്വേഷണം തുടങ്ങിയല്ലോ. എന്നിട്ട് എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്ന് ഹൈക്കോടതി പറഞ്ഞു? അല്ല, ഹൈക്കോടതിയുടെ ഇടപെടൽ എന്നാ വരുന്നത്? തെരഞ്ഞെടുപ്പ് സമയത്ത്. അല്ല, അത് ഇപ്പോഴല്ലേ, തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്ന് ഇപ്പോഴല്ലേ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്ന് ഹൈക്കോടതി തീരുമാനിക്കുന്നത് ഇപ്പോഴല്ലേ? അതെ, തെരഞ്ഞെടുപ്പ് സമയത്ത് ഇഡിക്ക് അതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ഇപ്പോഴല്ലേ ഞങ്ങൾ പറയുന്നത് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത സമയം. അല്ല മഞ്ജുഷേ, ഞങ്ങൾ കേജ്രിവാളിന്റെ വിഷയത്തിൽ അറസ്റ്റ് ചെയ്ത സമയം, സന്ദർഭം, സാഹചര്യം അതെല്ലാമാണ് ഇവിടുത്തെ ജനാധിപത്യ സംവിധാനത്തിന് വിരുദ്ധമാണെന്ന് പറയുന്നത്. അല്ലാതെ കേജ്രിവാളിന്റെ വിഷയത്തിൽ അന്വേഷണം നടത്തണ്ടെന്ന് കോൺഗ്രസ് ഇപ്പോഴും പറഞ്ഞിട്ടുണ്ടോ? ഡൽഹി മദ്യനയ കേസിൽ അന്വേഷണം നടത്തണം എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ സ്റ്റാൻഡ്. അതിന് തർക്കമൊന്നുമില്ല. പക്ഷെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇന്ത്യ മുന്നണിയിൽ ഒരു പ്രമുഖനായിട്ടുള്ള നേതാവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ പ്രശ്നം അതാണ്. കേജ്രിവാളിന്റെ കാര്യത്തിൽ ഒരു നിലപാടും അങ്ങനെയാണെങ്കിൽ വരുന്നത് അല്ല, തെരഞ്ഞെടുപ്പ് സമയത്ത് അല്ല, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്കെതിരെ അത് തന്നെയാണ് ഞങ്ങൾ ചോദിക്കുന്നത് മഞ്ജുഷേ. തെരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങൾ അത് തന്നെ ചോദിക്കുന്ന മഞ്ജുഷേ, ഞങ്ങൾ അത് തന്നെ പറയുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു അന്വേഷണവും മാറ്റി വെക്കണ്ട. പക്ഷെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരുപാട് സമയമുണ്ടായിരുന്നു. അന്നൊന്നും നടത്താതെ കേജ്രിവാൾ എങ്ങനെയെങ്കിലും തങ്ങളുടെ വഴിക്ക് വരുമോ എന്ന് വെയിറ്റ് ചെയ്തിട്ട് നടക്കാതെ വരുമ്പോൾ, ഇത് കേജ്രിവാളിന്റെ അറസ്റ്റ് മാത്രമല്ല, ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ വലിയ ചർച്ചകൾ ഇല്ലാതാക്കാൻ വേണ്ടി കൂടിയാണ് അറസ്റ്റ്. ആ രണ്ട് വിഷയം അവിടെയുണ്ട്. അപ്പൊ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഇവിടെ ജയചന്ദ്രൻ സാർ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഇവിടെ പിണറായി വിജയൻ എന്ത് ഫേവർ കിട്ടിയെന്ന്. പിണറായി വിജയന് കിട്ടിയ ഫേവറാണ് 38 തവണ CBIയുടെ വക്കീൽ സുപ്രീം കോടതിയിൽ ഹാജരാകാതെ അല്ലെങ്കിൽ അവധിക്ക് വെച്ചുകൊണ്ട് മാറിക്കൊടുക്കുന്നത്. ഒന്നാമത്തത്, സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പങ്കാളിയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ട് പോലും കേന്ദ്ര ഏജൻസികൾ നടപടിയെടുക്കാത്തത് ഒരു ഫേവറാണ്. ലൈഫ് മിഷൻ കേസിൽ അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി 100 ദിവസം ജയിലിൽ കിടന്നിട്ട് പോലും, സ്വപ്ന സുരേഷ് മാപ്പ് സാക്ഷിയായിട്ട് പോലും പ്രതിദിനം കേരളത്തിലെ മാധ്യമങ്ങളിൽ നിന്ന് ദേശീയ മാധ്യമങ്ങളിൽ വരെ പറയുന്നിട്ടും തെളിവുകൾ പുറത്തുവിട്ടിട്ടും മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാത്തത്, അതൊക്കെ ഫേവറാണ്. എക്സാലോജിക് സൊല്യൂഷൻസിന്റെ കേസിൽ നടക്കുന്ന ഈ മെല്ലപ്പോക്ക് നയം ഫേവറാണ്. കരുവന്നൂരിലെ കേസിൽ EDയുടെ ഉൾപ്പെടെ മെല്ലപ്പോക്ക് നയം ഫേവറാണ്. ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അമിത്ഷാ കേന്ദ്രമന്ത്രി ആകുന്നതിന് മുമ്പ് BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹം തലശ്ശേരി സന്ദർശിക്കുമ്പോൾ എന്തിന്റെ പേരിലാണ് അവിടെ PWD റോഡ് ടാർ ചെയ്ത് പിണറായി വിജയൻ പരവതാനി വിരിച്ചു കൊടുത്തത്? കേരളത്തിലെ സാധാരണക്കാർക്കില്ലാത്ത എന്ത് പ്രത്യേക പ്രിവിലേജ് ആണ് BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റിന് പിണറായി വിജയൻ കൊടുക്കാൻ തീരുമാനിച്ചത്? അപ്പൊ ഇതൊക്കെ ഒരു കൊടുക്കൽ വാങ്ങലിന്റെ ഭാഗമാണ്. ാണെന്ന് അത്രയും തടി പോരാ എന്നുള്ള കാര്യം അത് പ്രശസ്തമാണല്ലോ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആ വാക്കുകൾ അമിത്ഷായ്ക്കെതിരെ. അല്ല, ഞാൻ അദ്ദേഹത്തിന്റെ വാചകത്തെ ഞാൻ എൻഡോഴ്സ് ചെയ്യുന്നില്ല. ഈ ബോഡി ഷെയ്മിങ്ങും വ്യക്തിഹത്യയൊക്കെ നടത്തുന്നതിൽ പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കന്മാർ റിസർച്ച് നടത്തുന്നു. എനിക്ക് അമിത്ഷായെ കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ആ വാക്കുകൾ എൻഡോഴ്സ് ചെയ്യുന്നില്ല. പക്ഷേ പിണറായി വിജയൻ ഏത് കാലത്താണ് ഇത് പറഞ്ഞതെന്ന് കൂടി ഓർക്കണ്ടേ? മകളുടെ കമ്പനിക്കെതിരെയുള്ള അന്വേഷണം വന്നതിന് ശേഷമല്ല, കരുവന്നൂരിനെ കുറിച്ചുള്ള അന്വേഷണം വന്നതിന് ശേഷമല്ല, സ്വർണ്ണക്കടത്തിനെ കുറിച്ചുള്ള അന്വേഷണം വന്നതിന് ശേഷമല്ല, ലൈഫ് മിഷൻ കേസിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ പോയതിന് ശേഷമല്ല, അതിനൊക്കെ മുമ്പ് വെറും പിണറായി ആയിട്ട് ബ്രണ്ണൻ കോളേജിലെ തള്ളും പറഞ്ഞ് കേരളത്തിൽ കൂടെ നടന്ന കാലഘട്ടത്തിൽ നടത്തിയ ഒരു തള്ള് ഇപ്പോൾ BGM ഇട്ട് ഇൻസ്റ്റാഗ്രാമിൽ റീലായിട്ട് വന്നാൽ അത് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുമെന്നാണ് മഞ്ജുഷ വിചാരിക്കുന്നത്? അങ്ങനെയൊന്നും നമ്മൾ വിശ്വസിക്കാൻ തയ്യാറല്ലെന്നേ. ഇപ്പോൾ ധൈര്യമുണ്ടെങ്കിൽ ഇത് പറയട്ടെ, ഇത് പറഞ്ഞാൽ നമുക്ക് അപ്പൊ കാണാമല്ലോ. ശരി ശരി, ശ്രീ M. ജയചന്ദ്രനാണ് ഇവിടെ ഈ ഇൻസ്റ്റാഗ്രാം റീൽസ് ഇപ്പോഴും പ്രചരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഇത് ഇന്നും ഇന്നലെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതല്ല, 2019-21 കാലഘട്ടത്തിൽ പറഞ്ഞതാണെന്ന്. ശ്രീ ഷാബു പ്രസാദ്, ഇതൊക്കെയാണ് ഫേവറുകൾ, ഇതൊക്കെയാണ് രാഹുലും എണ്ണി പറയുന്നത്. ശ്രീ ഷാബു പ്രസാദ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് കിട്ടുന്ന ഫേവറുകൾ. മഞ്ജുഷേ, ഞാൻ പറഞ്ഞല്ലോ, ഈ കേരളത്തിൽ ഇവർക്ക് രണ്ടുപേർക്കും ജീവൻ മരണ പോരാട്ടമാണ്. ജീവൻ മരണ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസിലാണ് രണ്ടുപേരും. ഒരു കൂട്ടർക്ക് ഇനം പേച്ചിയാണോ മരപ്പറ്റിയാണോ അടുത്ത ഇലക്ഷൻ എന്നുള്ള ടെൻഷനാണ്. മറ്റേ കൂട്ടർക്ക് ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തന്നെ ഞങ്ങളുണ്ടാകുമോ എന്നുള്ള ടെൻഷനിലുമാണ്. ആകെപ്പാടെ രണ്ടു പേർക്കും ഇവിടെ. അതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ട് കൂട്ടർക്കും ഈ കേരളത്തിൽ അത്യാവശ്യം ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ വേരോട്ടമുള്ള മോദി വിരുദ്ധതയെ പരമാവധി മുതലെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്.
അതിനുവേണ്ടി ഏറ്റവും നിങ്ങൾ മോദിയെ വിമർശിച്ചില്ല, നിങ്ങൾ മോദിയെ ചീത്ത വിളിച്ചില്ല, ഇതാണ് ഈ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങളാണ് ഏറ്റവും വലിയ മോദി വിരുദ്ധർ എന്ന് ന്യൂനപക്ഷങ്ങളുടെ മുമ്പിൽ, പ്രത്യേക സംഘടിത ന്യൂനപക്ഷങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കടിപിടിയുടെ ഭാഗമാണ് ഈ കാണുന്നതെല്ലാം. ഇത് മോദി വിരുദ്ധത എന്ന ആ ഒരു കോമ്പറ്റീഷൻ ഐറ്റത്തിൽ ആർക്ക് ഗപ്പ് കിട്ടും എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ പ്രശ്നം. ഇവർ രണ്ടുപേരും ആ ഒരു മത്സരത്തിലാണ്. ആ മത്സരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഈ പ്രശ്നം ഇത് മുഴുവനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാര്യം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം അതുപോലെ നിലനിൽപ്പ് അപകടത്തിലായിരിക്കുകയാണ് ഈ രണ്ടു പേരുടെയും. അടുത്ത 2029 തിരഞ്ഞെടുപ്പിൽ ഇവരുടെ ഗതി എന്താകും എന്ന് പോലും അറിയാൻ വയ്യാത്ത ആ രീതിയിലാണ്. അതവർ പല പ്രാവശ്യം പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. മറ്റേ ഇവരുടെ AK ബാലൻ പറഞ്ഞത് എന്താണ്? AK ബാലൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് 11 സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ തരുന്ന ഈനാം പേച്ചിയോ മരപ്പെട്ടിയോ വെച്ച് വിട്ട് വേണ്ടി വരും അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എന്നുള്ളത്. പിന്നെ ഇവിടെ ഈ ഖാർഗെയും ഇവരെല്ലാവരും ഒരുപോലെ പറയുന്നൊരു കാര്യമുണ്ട്. ഇത്തവണ കൂടി മോദി ജയിച്ചാൽ, അധികാരത്തിൽ തിരിച്ചെത്തിയാൽ ഇവിടുത്തെ ഈ രാജ്യത്തിൻ്റെ ഗതി എന്താകും എന്നാണ് പറയുന്നത്. പക്ഷേ രാജ്യത്തിൻ്റെ ഗതിയല്ല, ഇവരുടെ ഗതി എന്താകും എന്നുള്ള അങ്കലാപ്പാണ് അത് രാജ്യത്തിൻ്റെ മണ്ടയ്ക്ക് വെച്ച് കിട്ടുന്നത്. സത്യമാണ്, അവരുടെ ആ അവസ്ഥ അത്ര ദയനീയമാണ്. കൺമുമ്പിൽ ഇരുട്ട് മാത്രമുള്ള സ്വന്തം നാശം മുമ്പിൽ കാണുന്ന സർവനാശം മുമ്പിൽ കാണുമ്പോൾ അവർ കിട്ടുന്ന ഒരു കച്ചിത്തുരുമ്പിൽ കയറി പിടിക്കും. ഇതിപ്പോൾ ഒരൊറ്റ കച്ചിത്തുരുമ്പിൽ, ഈ മോദി വിരുദ്ധത എന്ന ഒരു കച്ചിത്തുരുമ്പിൽ രണ്ട് കൂട്ടരും പിടിച്ച് കിടക്കുകയാണ്. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറം യാതൊരു പ്രാധാന്യവും ഇതിൻ്റെ അകത്ത് ഞാൻ കാണുന്നില്ല. അത് തന്നെയാണ് വാർത്താ സമ്മേളനങ്ങളിലും പറയുന്നത്, ഇപ്പോൾ രാഹുൽ ഗാന്ധി തിരികെയും പറയുന്നത്. അത് ശരിയാണ്. ഷാബു പ്രസാദ് പറഞ്ഞതിൻ്റെ അകത്ത് ഒരു വിയോജിപ്പും എനിക്കില്ല. മോദി വിരുദ്ധത എന്നുള്ളത് LDF-നെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഇലക്ഷനിയറിംഗ് മേജർ അജണ്ട ആൻഡ് ഫാക്ടർ തന്നെയാണ്. പക്ഷേ ഇവിടെ ഞാൻ കാണുന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അതിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ മഞ്ജുഷ്. ഈ 2021 തുടക്കത്തിൽ ഇപ്പോൾ BJP നേതാവായി മാറിയിട്ടുള്ള PC ജോർജിനെ കൊണ്ട് ഒരു പരാതി അന്ന് UDF നേതാക്കൾ ഈ പറയുന്ന ED-ക്ക് അയപ്പിക്കുന്നുണ്ട്. അന്ന് PC ജോർജ് BJP-യിലല്ല കേട്ടോ, മകനും BJP-യിലല്ല. ഈ മറ്റ് ഇപ്പം ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ, രജിസ്റ്റർ ഓഫ് കമ്പനീസുമായി ബന്ധപ്പെട്ട എക്സാലോജിക്കൊക്കെ ആ വിഷയങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് PC ജോർജ് വഴിയാണ്. അപ്പോൾ അതാരാണ് പ്ലാൻ ചെയ്തത് എന്നൊക്കെയുള്ള അന്വേഷിച്ച് പോയിക്കോളൂ. അത് ജിൻഡോയ്ക്ക് അറിയാത്തതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരുപക്ഷെ ഷാബു പ്രസാദും അത് അറിഞ്ഞിട്ടുണ്ടാവാം. എന്തായാലും മഞ്ജുഷ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അതിന്റെ വഴിക്ക് വിടുന്നു ഞാൻ പറഞ്ഞ അതിന്റെ ഒരു റൂട്ട് മാത്രമല്ല, അതിന്റെ ഒരു മെത്തഡോളജി എങ്ങനെ ഡെവലപ്പ് ചെയ്തെന്ന് നോക്കുന്നത് കൗതുകകരമായതുകൊണ്ടാണ് അത് പറഞ്ഞത്. മറ്റൊന്ന്, ഈ ഇലക്ഷനിൽ, ഇപ്പോഴത്തെ ഇലക്ഷനിയറിംഗിൽ ഇലക്ഷന്റെ അജണ്ട ആരാണ് സെറ്റ് ചെയ്തത് എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായും നമ്മൾ ഇത്തരം ചർച്ചകൾ ഉയർന്നു വരേണ്ടതുണ്ടല്ലോ, സ്വാഭാവികമായിട്ട് വരേണ്ടതാണല്ലോ. പ്രത്യേകിച്ച് സഫോളജിയിൽ അത്രയൊരു ചർച്ച അടിസ്ഥാനപരമായിട്ട് തന്നെ ഉണ്ട്. ഇലക്ഷനിൽ ആരാണ് അജണ്ട സെറ്റ് ചെയ്യുന്നത് അത് നോക്കൂ. ഇവിടെ ഈ ഇലക്ഷനിൽ BJP ഇവിടുത്തെ ഒരു ഗണനീയമായ ഒരു ഫാക്ടർ അല്ല. അവരുടെ 1 സീറ്റ് കിട്ടുമോ 2 സീറ്റ് കിട്ടുമോ എന്ന ചർച്ചയൊക്കെ മാറ്റിവെക്കുക. മേജർ ഓപ്പണൻസ് എന്ന് പറയുന്നത് LDF UDF-ഉം ആണ്. അപ്പോൾ ഈ LDF-ഉം UDF-ഉം മേജർ ഓപ്പണൻസായി നിൽക്കുന്ന ഈ ഇലക്ഷനിയറിംഗിൽ 18 ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആരാണ് അജണ്ട സെറ്റ് ചെയ്തിട്ടുള്ളത്? അജണ്ട സെറ്റ് ചെയ്തിട്ടുള്ള UDF-ന് കഴിഞ്ഞിട്ടില്ല. UDF ഇപ്പോഴും ജിൻഡോ പറയുന്ന കുറെ കാര്യങ്ങൾ, ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അജണ്ട സെറ്റ് ചെയ്യുന്നത് അങ്ങനെയല്ലല്ലോ. ഇത് സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പല്ല, പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. അത് രണ്ടായിട്ടാണ് ജനങ്ങൾ കാണുന്നത്. 2019 പാർലമെന്റ് ഇലക്ഷനും തൊട്ടടുത്ത വർഷം നടന്ന പഞ്ചായത്ത്, അതിനടുത്ത വർഷം നിയമസഭ, ഒക്കെ നമ്മൾ മുമ്പ് തെളിവുകളുണ്ടാകുന്നില്ല. അല്ല, കോൺഗ്രസ് എങ്ങനെയാണ് അജണ്ട സെറ്റ് ചെയ്തതിൽ പരാജയപ്പെടുന്നത്? കോൺഗ്രസിന്റെ അജണ്ട കൃത്യമാണല്ലോ. മോദി സർക്കാരിനെതിരെയും അതേപോലെ തന്നെ പിണറായി വിജയൻ സർക്കാരിനെതിരെയും. ഇത് രണ്ടും കൃത്യമായിട്ട് കോൺഗ്രസ് പറയുന്നുണ്ട്. അവർക്ക് അല്ല, മഞ്ജുഷ നോക്കിക്കോളൂ. അജണ്ട സെറ്റ് ചെയ്യാൻ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് വേണ്ടത്. അജണ്ട സെറ്റ് ചെയ്യാനായിട്ട് ഒരു പ്രധാനപ്പെട്ട മേജർ ഇഷ്യൂ, അതാണ് അജണ്ട സെറ്റ് ചെയ്യുന്നതിന് വേണ്ടത്. മഞ്ജുഷ, മേജർ ഇഷ്യൂ ആണ്. ഇപ്പൊ BJP-ക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ പറയാനായിട്ട് മോദി ഗ്യാരണ്ടി,
ഇവിടെ പറഞ്ഞാൽ വില പോവില്ല, അതിരിക്കട്ടെ. മോദി ഗ്യാരണ്ടി ഉണ്ട്. രാഹുൽ ഗാന്ധിക്ക് പറയാൻ എന്തുണ്ട്? ഒരു മേജർ അജണ്ട പറയാൻ എന്തുണ്ട്? അതാണ് നമ്മൾ അജണ്ട സെറ്റ് ചെയ്യുന്ന പറയുമ്പോൾ വിവിധ വിഷയങ്ങൾ പറയലല്ല. ശരി ജിൻഡോ മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു അജണ്ടയും സെറ്റ് ചെയ്യുവാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് ശ്രീ ജയചന്ദ്രന്റെ വാദം. അല്ല മഞ്ജുഷേ കോൺഗ്രസിന് ഒരു മുദ്രാവാക്യമേ ഉള്ളൂ. കോൺഗ്രസിന് ഒരു മുദ്രാവാക്യമുള്ളൂ, ഇത് സർക്കാരല്ല കൊള്ളക്കാരാ. മോദി പിണറായി ഇരട്ട എഞ്ചിൻ കൊള്ളക്കാരാണ്. അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. ഞങ്ങളാണ് അജണ്ട സെറ്റ് ചെയ്യുന്നത്. ഇവിടെ മറ്റ് അജണ്ടകളെ കുറിച്ചിട്ടായിരിക്കും ജയചന്ദ്രൻ സാർ പറയുന്നത്. അത് ചിലപ്പോൾ ശരിയായിരിക്കാം. വടകരയിലെ സ്ഥാനാർത്ഥിയുടെ കരച്ചിലും അല്ലെങ്കിൽ ബോംബുണ്ടാക്കലും അല്ലെങ്കിൽ ഇ പി ജയരാജന്റെ സ്റ്റേറ്റ്മെന്റും BJPയുടെ സ്ഥാനാർത്ഥി നല്ലതാണെന്ന് പറയുന്നതൊക്കെ അത്തരം അജണ്ടകളെ കുറിച്ചാണെങ്കിൽ ആ അജണ്ട സെറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ പണിയല്ല. ഞങ്ങളുടെ പണി പട്ടിണി, ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, വിലക്കയറ്റം, പെട്രോളിയം നികുതിക്കൊള്ള, അഴിമതി, ഇത്തരം വിഷയങ്ങളിൽ ഈ രണ്ട് സർക്കാരുകൾക്കെതിരെയും അതിരൂക്ഷമായിട്ടുള്ള ജനവികാരമുണ്ട്. അത് കൃത്യമായിട്ട് ആളുകളെ ഓർമ്മപ്പെടുത്തി ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതാണ് ഞങ്ങളുടെ അജണ്ട. ഒന്നാമത്തെ. രണ്ടാമത്തെ, താങ്കൾ പറഞ്ഞ പോലെ CPMന്റെ മോദി വിരുദ്ധത കപടമാണ്. സംശയമുണ്ടോ? ഷമാ മുഹമ്മദ് എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ നേതാവിനെതിരെ കേസെടുത്ത എന്തിനാ? നരേന്ദ്രമോദിക്കെതിരെ BJPക്കെതിരെ പ്രസംഗിച്ചതിന്റെ പേരില. നബീൽ നാസർ എന്ന് പറഞ്ഞ ആൾക്കെതിരെ കേസെടുത്ത എന്തിനാ? ഫേസ്ബുക്കിൽ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിയെ വിമർശിച്ചതിന്റെ പേരില. ഞങ്ങൾ നരേന്ദ്രമോദിക്കെതിരെ CAA വിഷയത്തിൽ സമരം ചെയ്യുമ്പോൾ കലാപാഹനത്തിന് കേസെടുക്കുന്ന ആരാ? പിണറായി വിജയന്റെ പോലീസാ. അപ്പൊ പിണറായി വിജയന്റെ പാർട്ടിയുടെ CPMന്റെ മോദി വിരുദ്ധത എന്ന് പറഞ്ഞാൽ കപടമാണ്. തികഞ്ഞ കാപട്യത്തോടെയാണ് ആ മനുഷ്യൻ കേരളത്തിലെ ജനങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ട് CAA ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സംസാരിച്ച് കടന്നു പോകുന്നത്. ശരി, നന്ദി ശ്രീ ജിൻഡോ ജോൺ, ശ്രീ ഷാബു പ്രസാദ്, ശ്രീ M ജയചന്ദ്രൻ പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്തതിന്. ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: രാഹുലിന്റെ വിമർശനം മുഖ്യമന്ത്രിയെ പ്രധാനമന്ത്രി സംരക്ഷിക്കുന്നു. അതേ എന്ന് 68% പ്രേക്ഷകർ, അല്ലെന്ന് 28%, നിഷ്പക്ഷം 4%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി.